അംഗങ്ങളെ. കേരളത്തിലെ ഏറ്റവും വളരെ പ്രത്യേകതയുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ് പണിക്കർ ഗ്രൂപ്പ്. വളരെ വളരെ അവിസ്മരണീയമായ രീതിയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഈ ഗ്രൂപ്പിന് ഇന്നത്തെ ദിവസം നമ്മളൊപ്പം അഭിമുഖത്തിൽ പങ്കുചേരുന്നത് പ്രശസ്ത നടിയും ചിത്രകാരിയും തിയേറ്റർ ആക്ടിവിസ്റ്റും പ്രശസ്തമായ പല സിനിമകളിലും ശ്രദ്ധേയമായ രീതിയിൽ അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെക്കുകയും കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ ഒരു ദിവസത്തെ കളി എന്ന സിനിമയിൽ മുഖ്യ കഥാപാത്രം അവതരിപ്പിക്കുകയും ചെയ്ത ശ്രീ അഭിജ ശിവകലയാണ്. അഭിജ ശിവകലയെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും പരിചയമുണ്ടാവും. നിരവധി സിനിമകളിൽ പങ്കുചേരുകയും പ്രത്യേക ശ്രദ്ധേയമായ സാന്നിധ്യം ഉണ്ടാവുകയും ചെയ്ത പ്രമുഖ നടിയാണ്. നമ്മുടെ ഗ്രൂപ്പിലേക്ക് വളരെ ഇത്ര തരത്തിൽ അനിതര സാധാരണമായ കഴിവ് പ്രകടിപ്പിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ ലഭിക്കുന്നതിൽ തന്നെ നമ്മളെല്ലാവരും സന്തുഷ്ടരാണ്. ഈ പരിപാടി ഹോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ അഡ്മിൻ കൂടിയായ ശ്രീ KP റഷീദാണ്. ഈ പ്രോഗ്രാമിലേക്ക് വളരെ ആദരപൂർവ്വം കലാകാരിയും ആക്ടിവിസ്റ്റും സർവോപരി സിനിമ പ്രവർത്തകയുമായ അഭിജ ശിവകലയെ വളരെ ഹൃദയപൂർവ്വം പണിക്കർ ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങൾക്ക് വേണ്ടിയും മറ്റ് പ്രേക്ഷകർക്ക് വേണ്ടിയും സ്വാഗതം ചെയ്യുന്നു. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അഭിജ എന്നൊക്കെ വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നം തോന്നുന്നുണ്ട്. കാരണം കഴിഞ്ഞൊരു 10-20 വർഷമായിട്ട് അഭിജ എന്നല്ലാതെ വളരെ സ്നേഹത്തോടെ വേറെ പേരൊക്കെ വിളിക്കുന്ന ഒരാളാണ്. വളരെ ഫോർമലായിട്ട് അങ്ങനെ സംസാരിക്കുന്നതിന്റെ പ്രശ്നമുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ശരിക്കും ഒരു അഭിമുഖം എന്നതിനപ്പുറത്ത് വളരെ കാലമായിട്ട് അറിയാവുന്ന രണ്ട് മനുഷ്യർ തമ്മിലുള്ള ഒരു സംസാരമാണ്. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സംസാരമാണ്. ഒരാള് ഇപ്പം സിനിമയിലൂടെയൊക്കെ നമുക്കറിയാവുന്ന ഒരാള് എങ്ങനെയാണ് ആ ഒരു വഴിയിലേക്ക് എത്തിപ്പെട്ടതെന്നും എന്തൊക്കെയാണ് അതിലുള്ള ഒരു അനുഭവങ്ങളെന്നും അത് കഴിഞ്ഞിട്ട് ആ ആള് എന്താണെന്ന് ശരിക്കും ഇപ്പം സ്ക്രീനിൽ കാണുന്നതിന് അപ്പുറത്ത് ആ ആള് പ്രസരിപ്പിക്കുന്ന ഒരു എനർജിയും ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അഭിജയെ കുറിച്ച് എനിക്ക് ഓർമ്മിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു സംഭവം, ഈ പുതിയ വഴികൾ വിളിക്കുമ്പം അങ്ങനെ വലിയ കണക്കുകൂട്ടലുകളൊന്നും ഇല്ലാതെ മറ്റെല്ലാ കാര്യങ്ങളും ഒഴിവാക്കിയിട്ട് അതിന്റെ പിന്നാലെ അങ്ങ് പുറപ്പെട്ടു പോകുന്ന ഒരാളായിട്ടാണ് എനിക്കറിയാവുന്നത്. അപ്പൊ അങ്ങനെ ഈ കയ്യിലുള്ളതൊക്കെ ഒഴിവാക്കിയിട്ട് പുതിയ സാധ്യതകളിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പേടി തോന്നാറുണ്ടോ? അല്ലെങ്കിൽ പിന്നെ എന്ന മട്ടിലുള്ള നമ്മുടെ ഒരു നോർമൽ ഒരു ഫണ്ണായിട്ടാണോ ഇതിനൊക്കെ കാണാറുള്ളത്? അങ്ങനെ പറയുമ്പോൾ എനിക്കൊരു പേടി വരും. കാരണം ഞാൻ അങ്ങനെയാണോ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് പോകുന്നതെന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. പലപ്പോഴും ചിലപ്പോ എനിക്ക് തോന്നുന്നത് നന്നായി ബോറടിക്കുന്നതാണ് എന്നെ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നതെന്ന്. ഒരു മൊണോട്ടോണസ് ആയി മാറുക കാര്യങ്ങൾ. അങ്ങനെ ഇരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഞാൻ ഡിസൈനിങ് ഞാൻ പഠിച്ചത് ഡിസൈനിങ് ആണ്. ആ ഫീൽഡിൽ ജോലി ചെയ്യുമായിരുന്നു. അതിനുശേഷം അതിന്റെ ഒരു മൊണോട്ടോണസ് ആയിട്ടുള്ള ലൈഫിന്റെ അങ്ങേയറ്റം എത്തിയ സമയത്ത് പക്ഷെ കൃത്യമായിട്ട് വേറൊരു കാര്യം മുന്നിൽ വരികയും അപ്പൊ ഞാൻ ഒരു ഡാൻസർ കൂടി ആയിരുന്നത് കൊണ്ട് അതിന്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന നിലയിലാണ് അഭിനയത്തിലേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ജംഗ്ഷൻസിലും ഒന്നിൽ ഒന്നിലേക്ക് പോകുന്ന ട്രാൻസിഷൻ സമയത്തൊക്കെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതിന്റെ അടുത്ത പടി എന്ന നിലയ്ക്ക്. അപ്പൊ എനിക്ക് കുറച്ച് മീനിങ് ഫുൾ ആയിട്ട് തോന്നും. ഒന്ന് വിട്ടിട്ട് പോകുന്ന പോലെക്കാളും ഒന്നിൽ നിന്ന് അടുത്തതിലേക്കുള്ള ഒരു പോക്ക് പോലെയാണ് പോകുന്നത്. അതില് ഒരു സർട്ടൻ എമൗണ്ട് ബോറടി ഉണ്ട്. അല്ലെങ്കിൽ ഇതല്ലാതെ എന്തോ കുറച്ചുകൂടി അതിനെ ഒന്ന് വേറെ തരത്തിൽ കാണണം അങ്ങനെയൊക്കെ തോന്നുന്ന ഒരു തോന്നൽ വരാറുണ്ട്. പക്ഷെ അതിലും കൂടുതൽ ഈ അടുത്ത കാര്യത്തിന്റെ കുറിച്ചുള്ള ഒരു പ്രതീക്ഷയോ അല്ലെങ്കിൽ അതിന്റെ അകത്തൊരു എക്സൈറ്റ്മെന്റ്, മറ്റത് ബോറടിക്കുന്നുണ്ടല്ലോ, എനിക്ക് അടുത്തൊരു എക്സൈറ്റ്മെന്റ് സാധനം വേണം എന്റെ ബ്രെയിൻ. അങ്ങനെ എന്നാലേ എനിക്ക് നിന്ന് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ അപ്പൊ അതിന്റെ വളരെ ഉള്ളിലായിട്ട് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ജേർണി കാണുന്നുണ്ട്. എനിക്കത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോ ആ ജേർണി ഉണ്ടോ എന്നുള്ളൊരു ചെക്ക് മാത്രമാണ് എനിക്ക് എപ്പോഴും ഉണ്ടാവുക. അപ്പം ഞാൻ നോക്കുന്ന സമയത്ത്
അപ്പൊ എനിക്ക് പേടിയല്ല, ഒരുപക്ഷെ അറിവില്ലായ്മ കൊണ്ടൊക്കെ ആയിരിക്കും ആ സമയത്ത് എന്തിലേക്കാണ് പോകുന്നത് എന്ന് അതിന്റെ അൺസർട്ടനിറ്റിയെ പറ്റി ഒന്നും ചിന്തിക്കുന്നില്ലാത്തത് കൊണ്ടൊക്കെ പലപ്പോഴും ഞാൻ കൂടുതൽ അൺസർട്ടൺ ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അത് തന്നെ ഇപ്പോഴും ഉണ്ട്. അൺസെറ്റിൽഡ്, അൺസർട്ടൺ ഒക്കെ ആയിട്ടുള്ള അങ്ങനെയാണ് എൻ്റെ എല്ലാ സമയങ്ങളും ഉണ്ടായിട്ടുള്ളത്. പക്ഷെ എനിക്ക് അതിനകത്തൊരു ജേർണി കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. അതിന്റെ ഇടയിൽ ഒരു ഫിലോസഫി ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ ഒരു ഞാൻ ഇതിൽ നിന്ന് തുടങ്ങി ഇതിലൂടെ ഇന്നതിലേക്ക് പോയി എന്നൊക്കെ തോന്നുവാണെങ്കിൽ ഞാൻ ഹാപ്പി ആകും. ഇതിനകത്ത് ഫിയർ ഒക്കെ ഉണ്ട്, ഫിയറിന്റെ ജംഗ്ഷൻസ് ഒക്കെ ഉണ്ട്, പലപ്പോഴും പേടിയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ കടന്നുകൊണ്ടിരിക്കുമ്പോ അല്ല പേടി, പിന്നെ തിരിഞ്ഞു നോക്കുമ്പോ ഓ ഗോഡ്, ഞാൻ അതിക്കിടെയാണോ വന്നത്, ഞാൻ എന്ത് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നത്, അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. പേടി ഡെഫിനറ്റ്ലി ഉണ്ട്. പക്ഷെ ആ സമയത്ത് പേടിയേക്കാളും കുറച്ചും കൂടി പ്രതീക്ഷയാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വീട്ടിൽ നിന്ന് തുടങ്ങാം. ഇപ്പം ഇടുക്കിയിലുള്ള ആ വീട്, അവിടെ അച്ഛൻ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു, അമ്മ അധ്യാപികയായിരുന്നു, അമ്മ ഗവൺമെന്റ് ഉദ്യോഗസ്ഥയായിരുന്നു. പിന്നെ നിങ്ങൾ 2 കുട്ടികള്. എങ്ങനെയായിരുന്നു ആ വീട്, ആ വീടിനെ കുറിച്ചുള്ള ഓർമ്മ? അതെങ്ങനെയാണ് അഭിജ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അത് മൗൾഡ് ചെയ്തത് ഏത് രീതിയിലാണെന്ന്? ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു 10ാം ക്ലാസ് വരെയുള്ള ഒരു സമയം ഞാനൊരു ഒരൊറ്റ പാക്കേജ് ആയിട്ടാണ് കാണുന്നത്. അതില് ലൈഫിനകത്തുള്ള കോംപ്ലക്സിറ്റീസും ചില സമയത്തെ ചില പേടികളും ഒക്കെ ഉള്ള എല്ലാവർക്കും ഉള്ള പോലെ അങ്ങനെയുള്ള പല പല ഘട്ടങ്ങൾ കൂടി, പിന്നെ നോക്കുമ്പോൾ അത്ര ഈസി ആയിരുന്നില്ല എന്ന് തോന്നുന്ന പല കാര്യങ്ങൾ കൂടിയൊക്കെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ഉള്ളൊരു എന്നെ വെച്ച് നോക്കുമ്പോൾ ഞാൻ അതിന്റെ ഇപ്പൊ അഭിനയത്തിൽ ഞാൻ എങ്ങനെ എത്തി എന്നുള്ളത് ആ സമയത്താണ് എത്താനുള്ള വിത്ത് അവിടെ കിട്ടിയത്. ഇപ്പൊ അമ്മ ആക്ടറായിരുന്നു. അമ്മ 10 വർഷത്തോളം അമച്വർ തിയേറ്ററിൽ പല പ്രഗത്ഭന്മാരുടെയും കൂടെ വർക്ക് ചെയ്തിട്ടുള്ള, എന്നാൽ കല്യാണം കഴിയുന്നതോടുകൂടി ഇതെല്ലാം നിർത്തിവെച്ച് വീട്ടമ്മയായ ഒരാളാണ്. പിന്നെ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന വേറൊരു ലൈഫ് തിരഞ്ഞെടുത്ത ഒരാളാണ്. അപ്പൊ ഈ അമ്മയുടെ 10 വർഷത്തെ എക്സ്പീരിയൻസ് നമ്മളോട് എപ്പോഴും ഷെയർ ചെയ്യുമായിരുന്നു. അമ്മയ്ക്ക് ആക്ടറായിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ എങ്ങനെയോ നാച്ചുറലി അതൊക്കെയാണ് നമ്മുടെയും ഒരു അരീന എന്ന് തോന്നുന്ന ഒരു ബോധം അവിടെ കിടപ്പുണ്ടായിരുന്നു. അത് എങ്ങനെ ഉണ്ടായി, വളരെ ഓർഗാനിക്കലി ഉണ്ടായി വന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയം ഇപ്പോഴത്തെ എൻ്റെ ഒരു കരിയറുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ആ സമയം അത്തരത്തിൽ പ്രധാനപ്പെട്ടതാണ്. പിന്നെ അച്ഛൻ ഭയങ്കര ഭയങ്കര വാമത്തും സ്നേഹവും ഒക്കെ ഉള്ള, പ്രത്യേകിച്ച് അച്ഛൻ്റെ 2 പെൺമക്കളായതുകൊണ്ട് തന്നെ അച്ഛനിങ്ങനെ നമ്മള് എങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കണം, ആർജവമുള്ളവരായിരിക്കണം, സ്വയം കാര്യങ്ങൾ ചെയ്യാൻ എന്നൊക്കെ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു അച്ഛനാണ്. എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഫെമിനിസ്റ്റ് അച്ഛനായിരിക്കും. അതുപോലെ അച്ഛനാണ് അടുക്കളയിൽ ഏറ്റവും രസമുള്ള വിഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഞാൻ അസിസ്റ്റ് ചെയ്യുന്ന ആളായിരുന്നു. അപ്പൊ ഞാനും അച്ഛനും, എൻ്റെ അച്ഛനോർമ്മകളെല്ലാം അടുക്കളയിലാണ് ഉള്ളത് കൂടുതലും. ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അച്ഛന്റെ ഓർമ്മ കിടക്കുന്നത്. അച്ഛനില്ലാതെ ആയ സമയത്ത് എനിക്ക് ഏറ്റവും മിസ് ചെയ്തത് അച്ഛനും ഞാനും കൂടെ ഉള്ള അടുക്കള സമയങ്ങളും അച്ഛന്റെ കൊതികളും. എനിക്ക് ചില certain ഭക്ഷണത്തോട് കൊതി വരുന്ന സമയത്തൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം എന്റെ അച്ഛനിൽ നിന്ന് കിട്ടിയ കൊതിയാണെന്നൊക്കെ. അപ്പൊ ഇതൊക്കെ രൂപപ്പെട്ട ഒരു സമയമാണ് ഈ 10 വർഷം. അപ്പോഴാണ് ഞാൻ എൻ്റെ പേരൻസിന്റെ കൂടെ നിന്നിട്ടുള്ളത്. അതിനുശേഷം പഠനത്തിനൊക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് മാറി നിന്നല്ലോ. അപ്പോ അതുവരെയുള്ള ഒരു സമയം ഇങ്ങനെയൊക്കെയാണ്. പിന്നെ സിസ്റ്റർ ഉണ്ടായിരുന്നു. സിസ്റ്ററും എനിക്ക്, അവള് നവോദയയിൽ പഠിക്കാൻ 5ാം ക്ലാസ്സിലായപ്പോ പോയി. അപ്പൊ അവളുമായിട്ടുള്ള ഒരു എപ്പോഴും ഉണ്ടായിരുന്ന കമ്പനി അങ്ങ് പോയി. അതുവരെ ഞാൻ എനിക്ക് തോന്നുന്നു അവളുടെ ഒരു അമ്മ റോളും ഒക്കെ എടുത്തിട്ടുള്ള ഒരാളാണ്. പക്ഷെ അതിനുശേഷം ഞങ്ങൾ ജോഗ്രഫിക്കലി 2 സ്ഥലത്തായി, പിന്നെ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരായി, അങ്ങനെയൊക്കെ. പിന്നെന്താ, ഞാൻ ജനിച്ച സ്ഥലം വണ്ണപ്പുറമാണ്. എന്റെ കുട്ടിക്കാല ഓർമ്മ മുഴുവൻ വണ്ണപ്പുറത്തുള്ളത്. ഞാനൊരു വണ്ണപ്പുറംകാരിയാണ്. ഈ അടുത്ത് ഞാൻ കണ്ടുപിടിച്ചു, ബീച്ചല്ല മലകൾ കാണുന്നതാണ് എനിക്ക് സന്തോഷം. പാലക്കാട് വന്നപ്പോ ഞാൻ അത് കണ്ടുപിടിക്കുന്നത് 10-45 വർഷം കഴിഞ്ഞപ്പോ. അതുവരെ ഞാൻ ഓർക്കുന്നു മലയിൽ ജനിച്ചവർക്കൊക്കെ ബീച്ചാണല്ലോ ഇഷ്ടം എന്നാണ്, അങ്ങനെയാണല്ലോ സാധാരണ കേൾക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, മല കാണുമ്പോൾ എനിക്ക് സന്തോഷം. മല കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായ ഡ്രൈവ് ചെയ്ത് വരുന്ന സമയത്ത് ഹൈവേയിൽ വരുമ്പോൾ ഒരു തൃശ്ശൂർ കഴിഞ്ഞിട്ട് ഒരു സ്ഥലം എത്തുമ്പോൾ ഇങ്ങനെ വെസ്റ്റേൺ ഘട്ട്സ് അങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലം കാണാം. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു സമാധാനവും സന്തോഷവും വരും. ആ കാഴ്ചയാണ് എനിക്ക് കാണേണ്ടത് തോന്നുന്നത്.
അതൊക്കെ ഞാനിപ്പോഴും ആ ആ ആ എന്നെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഒരറ്റം അവിടെയാ കിടക്കുന്നത്. ഈ 10 വർഷത്തിലും ഈ വണ്ണപ്പുറത്തും അവിടെയാ കിടക്കുന്നത്. അതിന്റെ ഇങ്ങേ അറ്റത്താണ് ഞാൻ ഈ പണികൾ എടുത്തുകൊണ്ടിരിക്കുന്നത്, ആ ഒരു കയറിന്റെ. അങ്ങനെ തോന്നും. അപ്പൊ ഞാൻ എല്ലാം അങ്ങനെ ഐ ഗോ ബാക്ക് ടു ദാറ്റ്. ഞാൻ തിരിഞ്ഞു നിന്നിട്ട് അത് ആലോചിക്കും. ആ, ഇതൊക്കെയാണ് അതിനെ പറ്റിയുള്ള ഒരു പെട്ടെന്നുള്ള ഒരു ഉം, ഉം. ഓർമ്മ. അമ്മ ശരിക്കും എല്ലാ കാര്യങ്ങളും വൃത്തിക്ക് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരാളായിരുന്നു. ഓ യെസ്. ഈവൻ ലാംഗ്വേജ് പോലും, ഭാഷയിലൊക്കെയുള്ള ഭാഷ ഉപയോഗിക്കുന്നതൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. എന്നാൽ അഭിജയ ആണെങ്കിൽ ഭയങ്കര കാര്യങ്ങൾ ഫണ്ണി ആയിട്ട് കാണുന്ന ഒരാളാണ്. എല്ലാ കാര്യത്തിലും തമാശ കാണുകയും അതിനെ ചിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് യോജിച്ച് പോവാന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അമ്മയെ അവസാന കാലത്ത് ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്ത് വന്ന സമയത്തൊക്കെ ഞാൻ കണ്ടിരുന്നു. ഈ അമ്മ എങ്ങനെയാണ് നമ്മളുടെ അകത്ത് ഇങ്ങനെ നിൽക്കുന്നത്, അമ്മ എങ്ങനെയാണ് നമ്മളെ ആക്കുന്നത്, അമ്മയും നമ്മളും തമ്മിലുള്ള ഒരു ചേർന്ന് പോക്ക് എങ്ങനെയായിരുന്നു? അങ്ങനെ അമ്മ ഭാഷയുടെ കാര്യത്തിൽ കറക്റ്റാ. പക്ഷെ അതെനിക്കൊരു ഒരിക്കലും കോൺഫ്ലിക്റ്റ് ഉള്ള ഏരിയ അല്ല. ഞാനും അത്ര തന്നെ ഭാഷാനാസിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് അതിന് അക്ഷരശുദ്ധി ഉണ്ടാവുക, നന്നായിട്ട് ഒരു പാട്ടിലാണെങ്കിൽ ലിറ്ററേച്ചർ പ്രധാനമാണ് എനിക്ക് എന്നെ സംബന്ധിച്ച്. ഇപ്പൊ അങ്ങനെ അല്ലെങ്കിൽ ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോകില്ല. അങ്ങനെയും അങ്ങനത്തെ കാര്യങ്ങളും ഒരേ പ്ലാറ്റ്ഫോമിൽ നിലനിൽക്കണമല്ലോ എന്ന് വിചാരിക്കുള്ളൂ. പക്ഷെ എന്റെ ഇഷ്ടങ്ങളിൽ ആ പാട്ടിന്റെ ലിറ്ററേച്ചർ ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. ഒരാൾ പറയുന്ന ഭാഷ പ്രധാനപ്പെട്ടതാണ്. എന്നുവെച്ചാൽ എനിക്കതൊരു സുഖം തരും. അതൊക്കെ എനിക്ക് അമ്മയുടെ അടുത്ത് നിന്ന് കിട്ടിയതാ. അതിൽ ഞാൻ ഹാപ്പി തന്നെ. അതുപോലെ പണ്ട് എന്നെ ആദ്യം കൊണ്ട് സ്കൂളിൽ ചേർക്കുന്നത്, സ്കൂളിലല്ല, സ്കൂളിന് മുമ്പ് കളരി, അന്ന് മണലിൽ എഴുതുന്ന കളരികളുണ്ട്, ആശാന്റെ കളരി. ഞാനൊക്കെ അവിടെ പഠിച്ച ആളാ. ഇപ്പൊ ഒന്നും അങ്ങനെ കളരിയൊന്നും ഇല്ല. അപ്പൊ എല്ലാ വെക്കേഷനും, അതായത് ഓണം അവധി വന്നാല്, ക്രിസ്മസ് അവധി ഒക്കെ വന്നാല് എന്നെ ആദ്യം, എന്നെയും എന്റെ സിസ്റ്ററിനെയും അവിടെ കൊണ്ടാക്കും. ഞങ്ങൾക്ക് അങ്ങനെ ഉച്ചവരെ സ്റ്റിൽ ഞങ്ങൾക്ക് പഠിക്കണം. ഈ അക്ഷരം പഠിക്കണം. അക്ഷരം പഠിക്കുക, അല്ലെങ്കിൽ എല്ലാ കളിക്കും കണക്ക് പഠിക്കാനൊക്കെ എന്തെങ്കിലും പഠിക്കാൻ കൊണ്ടാക്കും. അപ്പൊ അമ്മയുടെ ഒരു ദാഹം എന്താന്ന് വെച്ചാല് അറിവ് നേടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതിന് അമ്മയ്ക്ക് അമ്മയുടേതായ ഡെഫിനിഷൻസ് ഉണ്ട്. എന്റെ അറിവിന്റെ ഡെഫിനിഷൻ അതല്ലാന്ന് ഞാൻ പിന്നീട് കുറച്ച് പൊളിറ്റിക്കലായിട്ട് വേറെയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ആ ഒരു അമ്മയുടെ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, അറിയണം, പഠിക്കണം, ജോലി മേടിക്കണം എന്നുള്ളതിനെ, ജോലി മേടിക്കണം എന്നുള്ളതിന്റെ ആഗ്രഹമായിരുന്നെങ്കിൽ അറിവില്ലാതിരിക്കുന്ന ഒരു അവസ്ഥ അമ്മയ്ക്ക് ആലോചിക്കാൻ പറ്റില്ല. എന്നെ അതൊക്കെ നല്ലൊരു സ്വാധീനിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ അമ്മയുടെ പോലെ ഒരു അത്രയും കൗതുകവും കുതൂഹലതയൊക്കെ ഉള്ള ആളാണോ അറിവ് നേടുന്ന കാര്യത്തിൽ ചോദിച്ചാൽ എനിക്ക് അറിയില്ല. എനിക്ക് തോന്നുന്നു എന്റെ സിസ്റ്റർ കുറച്ചും കൂടി നന്നായിട്ടാണ് അതിനകത്തേക്ക് കുറച്ചുകൂടി ഡെപ്തിലേക്ക് പോവാറുള്ളത്. ഞാൻ കുറച്ചും കൂടി പരന്നിട്ടാണ് പോവാറുള്ളത് എനിക്ക് തോന്നാറുണ്ട്. എനിക്ക് ആ ഏരിയയിലൊക്കെ അമ്മ എനിക്ക് വണ്ടർഫുൾ ആയിട്ടുള്ള ഒരാളായിട്ട് തോന്നിയിട്ടുള്ളത്. എനിക്ക് ഇഷ്ടമാണ് അമ്മയുടെ അതൊക്കെ. അങ്ങനത്തെ ഗുണങ്ങളാണ് അമ്മയുടെ അടുത്ത് കിട്ടിയത്. അതൊന്നും അച്ഛന്റെ അടുത്തുനിന്നേ അല്ല. പക്ഷെ പുസ്തകങ്ങൾ വാങ്ങിച്ചു തരുന്ന ആളൊക്കെ അച്ഛനായിരുന്നു. അച്ഛനന്ന് മറ്റേ സോവിയറ്റ് യൂണിയൻ ഒക്കെ വാങ്ങിക്കൊണ്ടിരുന്നത്. മാലി കഥകളൊക്കെ ഇങ്ങനെ ആ സമയത്ത് അതുപോലെ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കുറെ ക്ലാസിക്സ് അവർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ, ഇപ്പോൾ കാരമസൂർ സഹോദരന്മാർ ചെറിയ ബുക്കുകളായിട്ട് ഇറക്കും. അതെല്ലാം വാങ്ങിക്കൊണ്ട് വരുമായിരുന്നു. അപ്പൊ ആ ഒരു തരത്തിൽ ഇവരുടെ ഒരു കോമ്പിനേഷൻ മക്കൾക്ക് വർക്കായിട്ടുണ്ട്. അവരുടെ വർക്കാകാത്ത ഏറ്റവും നമുക്കുണ്ട്, എങ്കിലും ഇതൊക്കെ ഭയങ്കര വർക്കായിട്ടുണ്ട്. ആ വർക്കായ സാധനങ്ങളാണ് നമ്മളിപ്പോൾ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ ഉള്ള ജീവിതത്തിൽ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം അത് രസമാണ്. ഞാൻ അതിനെ വളരെ രസമായിട്ടാണ് ഇപ്പൊ കാണുന്നത്. കെമിസ്ട്രി ആണ് കെമിസ്ട്രി പഠിക്കാനാണ് കോളേജിൽ ചേർന്നത്. പിന്നെ അത് ഉപേക്ഷിച്ച് ഫൈൻ ആർട്സ് കോളേജിൽ പോയി ആർട്സ് പഠിക്കാൻ. ഈ ശരിക്കുള്ള ഒരു കാരണം എന്തായിരുന്നു അതിന്റെ? ഈ കെമിസ്ട്രിയോടുള്ള പേടിയാണോ അതോ? എനിക്ക് ശരിക്കും കെമിസ്ട്രി ഇഷ്ടമാ, ഇപ്പോഴാ ഇഷ്ടം. കെമിസ്ട്രി ഫിസിക്സും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് അത് ഞാൻ തിരിച്ചറിഞ്ഞില്ല. എന്ന് വെച്ചാൽ പേടിക്കേണ്ട ഒരു സാധനമായിട്ടാണ് ഫിസിക്സിനെ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ ഞാൻ ക്വാണ്ടം ഫിസിക്സിന്റെ ഒക്കെ ഇത് എടുത്തു വെച്ച് കാണും. ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും അതിനെപ്പറ്റി സംസാരിക്കുന്നത് എല്ലാം മനസ്സിലാവില്ല, പക്ഷെ അതിന്റെ ഒരു ലോജിക്ക് എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ എനിക്ക് സങ്കടം വരും, എന്താണ് എനിക്ക് ഫിസിക്സ് സ്കൂൾ സമയത്ത് അങ്ങനെ പഠിക്കാൻ, ഞാൻ എന്തിനാ അതിനെ പേടിച്ചെന്നൊക്കെ. കെമിസ്ട്രിയുടെ കാര്യം ഏതാണ്ട് അങ്ങനെ തന്നെയാണ്. പക്ഷേ ഫൈൻ ആർട്സ് കോളേജിന്റെ കാര്യം പറഞ്ഞാല് ഞാൻ ആ കെമിസ്ട്രിക്ക് ചേരുന്നതിന് തൊട്ട് മുന്നേ പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയറിന്റെ അവധിയുടെ സമയത്ത് വരെ എനിക്ക് വരയ്ക്കാൻ പഠിപ്പിക്കുന്ന ഫൈൻ ആർട്സ് കോളേജിൽ നിന്ന് ഒരു കോളേജ് ഈ ലോകത്ത് ഉണ്ടെന്ന് അറിയില്ലായിരുന്നു.
ഞാൻ ആകസ്മികമായിട്ട് വെക്കേഷൻ ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി, കട്ടപ്പനയിൽ. സന്ധ്യ എന്ന് പറഞ്ഞു. അന്ന് ഞങ്ങളൊക്കെ ബെസ്റ്റ് ബഡീസ് ആണ്. ഹോസ്റ്റലിലൊക്കെ ഒന്നിച്ചുണ്ടായിരുന്നു. അവളിപ്പോ ഒരു ആയുർവേദ ഡോക്ടറാണ്. അപ്പൊ അവള് എന്നെ വീട്ടിൽ കൊണ്ടുപോയി. അപ്പോ അതിന്റെ തൊട്ടടുത്ത്, അവളുടെ വീടിന്റെ തൊട്ടടുത്ത് പടം വരയ്ക്കുന്ന ഒരു ചേട്ടനുണ്ട്. നമുക്ക് നീ പടമൊക്കെ വരയ്ക്കാറുള്ളതല്ലേ, പോയി കാണാം പുള്ളിയുടെ വർക്കൊക്കെ എന്ന് പറഞ്ഞിട്ട് ആ ചേട്ടന്റെ അടുത്ത് പോയി. പുള്ളി അന്നേരം RLV പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം പുള്ളി പഠിക്കുന്ന കോളേജിനെ പറ്റിയൊക്കെ പുള്ളി പറഞ്ഞു. അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി. വര പഠിപ്പിക്കുന്ന ഒരു കോളേജ് ഉണ്ടെന്നോ? അത് തൊട്ടാണ് ഞാൻ ആലോചിക്കുക, അങ്ങനെയാണെങ്കിൽ എനിക്കും അവിടെ പഠിക്കണമല്ലോ എന്നുള്ള ചിന്ത വരികയും ഞാൻ വീട്ടിൽ വന്നിട്ട് എനിക്ക് ഇവിടെയാ പഠിക്കണ്ടേന്ന് പറഞ്ഞു. പക്ഷേ അതിനെന്തുകൊണ്ടോ അച്ഛനും അമ്മയും പ്രിപ്പയർഡ് ആയിരുന്നില്ല ആർട്ട് പഠിക്കുക എന്നുള്ള കാര്യത്തിനോട്. വര പഠിച്ചിട്ട് എന്താക്കാനാന്ന് അറിയില്ല, എനിക്കും അറിയില്ല. അങ്ങനെ അങ്ങനെയാണ് ഈ കോളേജ് ഇൻട്രൊഡ്യൂസ് ആവുന്നത്. അപ്പൊ എനിക്കങ്ങ് കൊതിയായിപ്പോയി, അങ്ങനെ ഒരു കോളേജിൽ പഠിക്കണമല്ലോ എന്ന് തോന്നി. പക്ഷെ അച്ഛൻ എന്നെ ഡിഗ്രി എടുക്കുക പ്രോപ്പർ ആയിട്ടുള്ള, അന്ന് നാട്ടു നടപ്പ് അനുസരിച്ച് 10ാം ക്ലാസ് പ്രീ ഡിഗ്രി, ഡിഗ്രി, എന്താ മാസ്റ്റേഴ്സ്, അങ്ങനെ പോകുമല്ലോ. അതിലാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ആരും ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. അപ്പൊ നമ്മളും അതിൽ പോവും. അവർക്കും അതിനെപ്പറ്റി വലിയ ധാരണകളില്ല. അപ്പൊ അത് എന്നെ മഹാരാജാസ് ചേർക്കണം എന്നൊക്കെ അച്ഛന് ഭയങ്കര ആഗ്രഹമായിരുന്നു. മഹാരാജാസിൽ അയച്ചു. അവിടെ കിട്ടി, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് ന്യൂമാനിൽ കിട്ടി. അങ്ങനെ പല സ്ഥലത്തുനിന്നും ഇങ്ങനെ കാർഡുകൾ വന്നു. അതിന്റെ ഉള്ളിൽ നിന്ന് കെമിസ്ട്രിയുടെ, ഞാൻ പ്രീ ഡിഗ്രി പഠിച്ച അതേ കോളേജിൽ നിന്ന് കെമിസ്ട്രിയുടെ കാർഡും വന്നു ഇന്റർവ്യൂ. അവരൊരു ഡിസിഷൻ എടുത്ത്, ഫാസ്റ്റ് ഡിസിഷൻ എടുത്ത് എന്നെ പോയി അവിടെ ചേർത്തു. അതെനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. സത്യത്തിൽ അച്ഛനിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അച്ഛൻ അങ്ങനത്തെ ആളല്ലെന്നായിരുന്നു. അതോടുകൂടി ഞാൻ തകർന്നു പോയി. എനിക്ക് ഭയങ്കര ദേഷ്യമായി. അതുകൊണ്ട് എന്നെ ഒരു വർഷം കെമിസ്ട്രി ഞാൻ പഠിച്ചു വെച്ചാൽ അവിടെ അറ്റൻഡ് ചെയ്തു ക്ലാസ്. പക്ഷെ ഞാൻ ഉഴപ്പി തോറ്റു. നന്നായി ഉഴപ്പെന്ന് കണ്ടപ്പോ അച്ഛൻ അടുത്ത വർഷം നിന്നെ അവിടെ കൊണ്ട് ചേർക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇത്ര പോയി, തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിൽ പോയി. രണ്ടിടത്തും ഇത് കിട്ടി. അച്ഛനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് ആ ഒരു ട്രസ്റ്റ് ബ്രേക്ക് ചെയ്തു പോയി എനിക്ക്. അച്ഛനെ ഞാൻ ട്രസ്റ്റിന്റെ അങ്ങേറ്റമാണ്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ അച്ഛൻ എങ്ങനെ ഇത് ചെയ്യാൻ പറ്റിയെന്നാണ് ഞാൻ ആലോചിച്ചത്. തോന്നുന്നു അച്ഛനും അത് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവും പിന്നീട്. പിന്നെ അച്ഛൻ തന്നെ തീരുമാനിച്ചു ഉള്ളത് പഠിക്കാം എന്ന് പറഞ്ഞിട്ട് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് എന്നെ ഫൈനാൻസ് കോളേജിൽ ചേർത്ത്. അവിടെ ചെന്നപ്പോ ലോകം വാസ് റിയലി ഡിഫറെന്റ്. അതെങ്ങനെയായിരുന്നു? ഈ നിറയെ കൊമ്പന്മാരുള്ള ഒരു കാടായിരുന്നു അന്ന് തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജ്. അവിടെ എങ്ങനെയായിരുന്നു? ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? കൊമ്പന്മാരാണോ ചോദിച്ചാൽ ഞാനും ഒരു കൊമ്പിയാണെന്നാണ്. ഞാനും ആമിയും ഒട്ടും കുറയാത്ത കൊമ്പികളാണെന്നാണ് കൊമ്പന്മാരുള്ള സാധനം അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ ചെല്ലുന്ന സമയത്ത് അത് ഫീൽ ചെയ്തില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ പഠിക്കുന്ന സ്കൂളിൽ അറിയാലോ, ഈ ടീച്ചർമാരുടെ സർവൈലൻസിലും ഒക്കെയാണ് സ്കൂൾ ജീവിതം പഠനമൊക്കെ നടന്നു പോകുന്നത്. കൃത്യമായിട്ട് അവർ തരുന്ന ഹോംവർക്ക് അങ്ങനെ തന്നെ ചെയ്തുകൊണ്ട് ചെല്ലുക. അവര് പറഞ്ഞു തന്ന പോലെ ഈ കോമ്പോസിഷൻസ് എഴുതുന്നത് നമുക്ക് നമ്മുടെതൊന്നും ഇല്ല. അവര് പറഞ്ഞു തരുന്നു, നമ്മൾ പഠിക്കുന്നു, അത് എഴുതുന്നു, അത് മാത്രം എഴുതിയാൽ മാർക്ക് തരുന്നു. അങ്ങനെയാണ് ആ സിസ്റ്റത്തിൽ ഇങ്ങനെ പോകുന്നു. പിന്നെ എന്നെ ചേർത്തത് പ്രീ ഡിഗ്രിക്ക് അതുപോലെ തന്നെയുള്ള ഒരു സ്കൂൾ സ്വഭാവമുള്ള ഒരു കോളേജിലാണ്. അവിടെയും തീരെ സ്വാതന്ത്ര്യമൊന്നുമില്ല. നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അന്തരീക്ഷത്തിൽ പഠിച്ച് പെട്ടെന്ന് ഫൈനാൻസ് കോളേജിൽ കൊണ്ട് ചേർത്തിട്ട് അവിടെ ചെന്നപ്പം ആ ഒരു ഷോക്ക് ഉണ്ടായിരുന്നു. അവിടെ ഡെഫിനറ്റ്ലി ആയിട്ടുള്ള ഒരു സമയമില്ല, ക്ലാസ്സിൽ കയറാൻ സമയമില്ല. കുട്ടികൾ വരുന്നു, ഇരിക്കുന്നു, അധ്യാപകന്മാരോട് ഇടാകൂടാണ് ഇവര് സംസാരിക്കുന്നു. പരസ്പര ബഹുമാനം കൊണ്ടാണ് അത്. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന വർക്ക് സാർ അപ്പുറത്ത് വരയ്ക്കുന്നുണ്ടാവും, ഞാൻ ഇവിടെ നിന്ന് വരയ്ക്കുന്നുണ്ടാവും. രണ്ടുപേരും ക്യൂരിയസ് ആണ് അവരവരുടെ വർക്കിനെ പറ്റി. അങ്ങനെയുള്ളൊരു അന്തരീക്ഷമാണ്. അതിനപ്പുറത്തേക്ക് ഈ ആൾക്കാർക്ക് ഈ ശിഷ്യൻ ഗുരു എന്ന് പറയുന്ന ആ ഒരു ഭാരതീയ സങ്കല്പം ഒക്കെ ബ്രേക്ക് ആയി ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. അതൊക്കെ എന്നെ അമ്പരപ്പിച്ചിട്ടുണ്ട് തുടക്കത്തിൽ. പിന്നെ പെട്ടെന്ന് അതുമായിട്ട് അങ്ങ് മേർജായി. ഓക്കെ, ഇവിടെ ഇങ്ങനെയാണല്ലേ, വാവ്, അങ്ങനെ തോന്നി, അങ്ങനെ പോയി. സത്യത്തിൽ പറഞ്ഞാൽ എനിക്ക് തന്നെ ഒരു ലോകം മാറിയതിന് എങ്ങനെയാണെന്നറിയോ? ഞാനൊക്കെ ചേർന്ന് കഴിഞ്ഞിട്ട് ഫൈനാൻസ് കോളേജിൽ ചേർന്ന് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഫിലിം സൊസൈറ്റി ഉണ്ട്, കോളേജിന്റെ സ്റ്റുഡൻസ് നടത്തുന്ന ഒരു സൊസൈറ്റി ഉണ്ട്. അവര് ഫിലിം ഫെസ്റ്റിവൽ വെച്ചു. അതില് ഞാൻ ആദ്യം കാണുന്ന സിനിമ ഇവാൻസ് ചൈൽഡ്ഹുഡാണ്, ടർക്കോസ്കിയുടെ. പിന്നെ അത് കാണാൻ കയറിയിരുന്നു, ഇരുട്ടിനകത്തിരിക്കുന്നു. വേൾഡ് വാർ ആണോ അതിന്റെ തീം. താങ്ങാൻ പറ്റാത്തത്രയും എന്തൊക്കെയോ നടക്കുന്നു. പിന്നെ ആ കുട്ടിയോട് ഭയങ്കരമായിട്ട്
സിമ്പതൈസ് ഉം, ചെയ്യുന്നു, നമ്മളെ അത് ഉം, ഭയങ്കരമായിട്ട് ബാധിക്കുന്നു. ഇങ്ങനെ അവിടെ ഇരുന്നിട്ട് എന്തായി സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകുന്നുമില്ല. ഉം. ഭയങ്കര വേറൊരു ലോകമാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു അതേ ദിവസം അതിന് നെക്സ്റ്റ് ഡേ ഈഡിപ്പസ് റെക്സ് ആണ് കാണുന്നത്, പസോളിനി, ഇങ്ങനെ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒരു മൂവി ഫെസ്റ്റിവൽ, ഫിലിം ഫെസ്റ്റിവൽ നടക്കുക. അപ്പൊ ഞാൻ വരുന്നത് ഇൻ ഹരിഹർ നഗറും ഗോഡ് ഫാദറും ഇരിക്കും എം ഡി അകത്തുണ്ട് പോലത്തെ സിനിമകൾ കണ്ടിട്ടാണ്. അവരൊക്കെയാണ് നമ്മുടെ തേന്മാവിൻ കൊമ്പത്തൊക്കെ കണ്ട് അതിന്റെ കഥയൊക്കെ ഹോസ്റ്റലിൽ ചെന്ന് പറഞ്ഞ് എല്ലാവരെയും ഇനാക്ട് ചെയ്ത് അത് ആ കോമഡി, ജഗതിയുടെ കോമഡി എന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് ഇവിടെ വന്നിട്ടേ സത്യത്തില് സിനിമയുടെ ലോകം ഇത് എവിടുന്ന് വരുന്ന സിനിമയാണെന്ന് മനസ്സിലാകുന്നില്ല ആദ്യം. പക്ഷേ ഇപ്പൊ ചില ചില സിനിമകളിൽ ന്യൂഡിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ലവ് മേക്കിംഗ് സീനുകളുണ്ട് വളരെ ഒബ്വിയസ് ആയിട്ട്. ആഹ് ഉം, ഉം. ഇത് നമ്മുടെ കാഴ്ചയുടെ പരിധിയിൽ ആദ്യമായിട്ട് വരികയാണ് ഇങ്ങനത്തെ സാധനങ്ങൾ. പക്ഷെ ആദ്യത്തെ ഒരു ഇനിഷ്യൽ ഷോക്കിന് ശേഷം ഞാൻ എങ്ങും ഇറങ്ങി പോയി, അതൊക്കെ ഞാൻ അവിടെ ശരിക്കും ഒരു നിന്ന് കൾച്ചറൽ കൾച്ചറൽ ഷോക്ക്. പക്ഷെ അതിനോടും ഞാൻ ഭയങ്കര പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നു എനിക്ക് അങ്ങനെ പല സാധനങ്ങളിലും അങ്ങനെ തോന്നിയിട്ടുണ്ട്. എന്റെ അഡാപ്റ്റ് ചെയ്യാനുള്ള കഴിവ് ഭയങ്കര കൂടുതലാണ് എന്നുള്ളത്. ഏഹ് ചിലരൊക്കെ ഇറങ്ങിപ്പോയി ഞങ്ങളുടെ ബാച്ചിൽ, ഫസ്റ്റ് ഫ്രഷേഴ്സ് ആണല്ലോ, അവർക്ക് ഇത് കണ്ടിട്ട് എടുക്കാൻ പറ്റാൻ ചിലർ ഇറങ്ങിപ്പോയി. അപ്പൊ ഞാൻ ഇവരെന്തിനാ ഇറങ്ങിപ്പോയി, ഇത് ഒരു ഒരു ആർട്ട് ഫോം അല്ലേ എന്ന് ഞാൻ എന്നോട് പറയുന്നതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് പറ്റില്ല, ഇറങ്ങിപ്പോവാന്നുള്ളതല്ല, ന്യൂഡിറ്റി കണ്ടിട്ടൊക്കെ ഇറങ്ങിപ്പോവാന്ന് പറയുന്നത് അത് അത്ര. കാരണം നമ്മുടെ കോളേജിൽ ലൈഫ് സ്റ്റഡി ഉണ്ട്, ന്യൂഡ് സീൻസ്, നമ്മൾ ന്യൂഡ് ബോഡികളെ നമ്മൾ ലൈഫ് സ്റ്റഡി ചെയ്യുന്നുണ്ട്. അപ്പം അതൊരു പക്ഷെ ഫസ്റ്റ് ഇയേഴ്സ് എന്നുള്ള നിലയിൽ നമ്മൾ അതിനോട് പരിചിതരായി വരുന്നേ ഉള്ളൂ. ഫസ്റ്റ് ഇയറിൽ ലൈഫ് സ്റ്റഡി ഒന്നുമില്ല. അപ്പം പക്ഷെ ഞാൻ അവിടെ ഇരിക്കാൻ തീരുമാനിച്ചു, ഇരുന്ന് കാണുകയും ഈ ഡിസ്റ്റർബൻസ് അനുഭവിച്ചുകൊണ്ട് തന്നെ. എനിക്ക് അന്ന് കണ്ട സിനിമയുടെ ഷോക്ക് ഇതുവരെ പോയിട്ടില്ല. ഈ ഈഡിപ്പസ് റെക്സ് എന്നൊക്കെ പറയുന്നത് എടുക്കാൻ പറ്റാത്ത തരം സിനിമകൾ. അതെ അതെ അതെ. ബ്രേവ് ഹാർട്ട്, അങ്ങനെയൊക്കെയുള്ള കുറെ സിനിമകളാണ് ആ സമയത്ത് ഉള്ളത്. സത്യം പറഞ്ഞാല് ആ സിനിമ ഫെസ്റ്റിവലാണ്, ഫിലിം ഫെസ്റ്റിവൽ ആയിരിക്കണം ഒരുപക്ഷെ ഞാൻ ഒരു സ്ഥലത്ത് അവിടെ നിന്ന് എടുത്തു വന്ന് എന്നെ പറിച്ച് ഇവിടെ വെച്ചു എന്ന് തോന്നുന്നത് പോലത്തെ ഒരു തന്ന് അതെന്നെ സ്വാധീനിച്ചിട്ട് ഓക്കെ ഇത് വേറൊരു ലോകമാണെന്ന് തോന്നി. പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു ആ ലോകം. വീട്ടിൽ നിന്ന് അകലെയാണ്, അതൊക്കെ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. പിന്നെ പുതിയ കൂട്ടുകാരും പുതിയ തരം സ്വാതന്ത്ര്യം ഉള്ളതിങ്ങനെ എന്താ ചെയ്യണ്ടേ ഈ സ്വാതന്ത്ര്യം കൊണ്ടെന്ന് അറിയില്ല. അതുകൊണ്ട് അപ്പോഴും ഇങ്ങനെ സമയത്ത് ഹോസ്റ്റലിൽ കയറേണ്ടതുണ്ട്. അത് റൂൾസ് ബ്രേക്ക് ചെയ്യാനൊന്നും ആഗ്രഹിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ഈ റൂൾസ് ബ്രേക്ക് ചെയ്യാവുന്നതാണെന്നുള്ള ഒരു ബോധമേ അത് എന്നുവെച്ചാൽ വേറെ ആരെയും അപകടപ്പെടുത്തിക്കൊണ്ടല്ലോ നമ്മൾ ഇത് ബ്രേക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഹോസ്റ്റലിലൊക്കെ 6 മണിക്ക് കയറാനുള്ള കർഫ്യൂ നമ്മൾ അത് കൃത്യമായി നമ്മൾ പാലിക്കേണ്ടതല്ലേ എന്നാണ് ഞാൻ അന്ന് വിചാരിച്ചിരുന്നത്. ഇപ്പൊ എനിക്കത് ആലോചിക്കുമ്പം കിടുങ്ങുവന്ന്. എങ്ങനെ വൈ എന്തിനാ 6 മണിക്ക് സ്ത്രീകൾ ഹോസ്റ്റലിൽ കയറണം, ബാക്കി സമയം അവര് അയ്യോ. പക്ഷെ അന്ന് അതുവരെ സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ട് കൃത്യം 6 മണിക്ക് ഹോസ്റ്റലിൽ കയറിയേക്കാം എന്ന് വിചാരിക്കുന്നിടത്ത് എത്തിയിട്ടുള്ളൂ. എനിക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഫൈനാൻസ് ജീവിതം നയിക്കാമായിരുന്നു എന്ന് എനിക്കിപ്പോ തോന്നാറുണ്ട് കേട്ടോ. സത്യമാണത്. ഇന്ത്യയില് ആനിമേറ്റർ ആയിരുന്നു. അതായത് കോളേജ് കഴിഞ്ഞിട്ട് ആദ്യം ചെയ്യുന്നത് ആനിമേഷൻ ആണ്. അപ്പം അത് തന്നെ ഇന്ത്യയില് ആനിമേഷൻ എന്ന് പറയുന്ന ഒരു സെക്ടർ ഇങ്ങനെ പച്ച പിടിച്ചു വരുന്ന ഒരു കാലമായിരുന്നു. അതിന്റെ ആദ്യ ഘട്ടം തന്നെയായിരുന്നു. അപ്പൊ അതില് ആനിമേഷൻ ഫീൽഡിലേക്ക് വരാൻ ഈ ഒരു ഹ്യൂമർ സെൻസ് ഒക്കെ സഹായിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ അന്നത്തെ ആ ബാംഗ്ലൂർ ലൈഫൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. ആനിമേറ്ററായിട്ട് ആദ്യം തുടങ്ങുന്നത് ഞാൻ കോയമ്പത്തൂരാണ്. അപ്പം ബാംഗ്ലൂരിലേക്ക് എത്തിയിട്ടില്ല. അവിടെ ഒരു 15 ദിവസം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു. അപ്പോ ആ സമയത്ത് ഈ ജോലി കിട്ടുവോ കിട്ടില്ലേ എന്നുള്ളൊരു പേടി എനിക്കത് തുടക്കം മുതലേ ഉണ്ടായിരുന്നു. കാരണം ഇത് കഴിഞ്ഞിട്ട് ഈ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നൊരു, അതൊക്കെ ആരും പറഞ്ഞിട്ടൊന്നും അല്ല, എന്നോട് ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ അച്ഛൻ പെൻഷൻ ആകും ആ സമയത്തേക്ക്, അപ്പം വീട് താങ്ങി നിർത്തേണ്ട ആള് ഞാനാണെന്നാണ് എന്റെ തലയിലുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം കിട്ടിയ ചാൻസില് ഒരു ക്യാമ്പസ് ഇന്റർവ്യൂവിന് അവിടുന്ന് വന്നപ്പോ തന്നെ ആ ചാൻസിൽ കയറി പോവുക ചെയ്തത്. അങ്ങനെ ഞങ്ങളൊരു 5 പേര് പോയി ഫൈനാൻസ് കോളേജിൽ നിന്ന് അനിമേറ്റേഴ്സ് ആവാൻ. അപ്പം
അതൊരു ചോയ്സിലൊന്നും പോയതല്ല. അല്ലെ, ഇതാണ് എനിക്ക് ശരിക്കും പോകേണ്ടിയിരുന്നത് ഒരു അഡ്വർടൈസിങ് ഏജൻസിയിലായിരുന്നു. O&M പോലത്തെ ഒരു ഏജൻസി ആയിരുന്നു അന്നത്തെ എന്റെ സ്വപ്നം. പക്ഷെ ഇങ്ങോട്ടേക്കാ പോയത്. പോയി കഴിഞ്ഞിട്ട് പതുക്കെ കണ്ടുപിടിക്കുക. കാരണം ഞങ്ങൾ അവിടെ ചെന്നപ്പം ഈ ആനിമേഷൻ 2D ആനിമേഷന്റെ ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ടെക്നോളജികളൊക്കെ ആൾക്കാർക്ക് പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. അത് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന് ഞങ്ങളത് ചെയ്ത് ക്ലാസ്സും നടക്കുന്നു, പഠിപ്പിക്കലും നടക്കുന്നു, നമ്മളുടെ പ്രോജക്റ്റും നടക്കുന്നു. ഒരേ ദിവസങ്ങളിൽ തന്നെ അങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇച്ചിരി ഒരു ടഫ് ടൈമാ. പിന്നെ നമ്മുടെ ഒരു ചോരത്തിളപ്പിന്റെയും പുതിയ ഭയങ്കര യങ് യൂത്ത് ആണല്ലോ, അതിന്റെ ഒരു ഇതിലൊക്കെ അത് പോയി. പക്ഷെ അന്നേരം നമ്മൾ കുറെ മനസ്സിലാക്കി, നമ്മൾ റെഫറൻസ് ബുക്കുകളൊന്നും ഇല്ല നമ്മുടെ കയ്യിൽ. ആകെ ഒരു റെഫറൻസ് ബുക്ക് ഉള്ളൂ. അത് ആകാമാത്രം യൂസ് ചെയ്തിട്ടുണ്ട് ആനിമേറ്റ് ചെയ്യേണ്ട എങ്ങനെയാന്നുള്ളത്. പകരം ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാല്, ഹ്യൂമൻ ബോഡി അനിമേറ്റ് ചെയ്യേണ്ട സമയത്ത് ഞങ്ങൾ എല്ലാവരും പരസ്പരം ഇപ്പൊ എനിക്ക് ഒരാള് തുമ്പിയെ പിടിക്കാൻ പോകുന്ന അന്നൊരു നഴ്സറി റൈം ആണ് ഞങ്ങൾ അനിമേറ്റ് ചെയ്തത്. എനിക്ക് തോന്നുന്നു നമ്മളാണ് ആദ്യമായിട്ട് കേരളത്തിൽ നഴ്സറി റൈംസ് അനിമേറ്റ് ചെയ്ത ആൾക്കാരാണ് ആ പ്രോജക്റ്റ്. ഒരാൾക്ക് തുമ്പിയെ പിടിക്കാൻ പമ്മി ഒരു കുട്ടി പോകുന്ന ഒരു സാധനം ചെയ്യണമെങ്കിൽ തലയിലേ ഉള്ളത്, ഞങ്ങൾക്ക് റെഫർ ചെയ്യാൻ ഒരു സാധനമില്ല. അപ്പം വൺ ഓഫ് അസ്, ഞങ്ങൾ ഒരാള് അത് അങ്ങനെ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോ മറ്റേ അനിമേറ്റർ നോക്കിയിരിക്കും. നമ്മൾ ഓരോ മൂവ്മെന്റ് നോക്കിയിരുന്നിട്ട് അത് മനസ്സിൽ പതിപ്പിച്ചിട്ട് അത് വരച്ചെടുക്കും. ഇങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ വി ഡിഡ് എ ഫാന്റാസ്റ്റിക് പ്രോജക്ട്. ഒരു 5 മാസത്തില് 9 നഴ്സറി റൈംസ് ഞങ്ങൾ 5 പേരെങ്ങാണ്ട് കൂടി ചെയ്തു. അത് റെക്കോർഡാണ്. ഞാൻ 2 ചെയ്തു. 2 ചെയ്ത പക്ഷേ ഉണ്ട്. ഹാർഡ് വർക്കിന്റെ സമയമായിരുന്നു അത്. ലൈക്ക് രാവിലെ 7 മണിക്ക് തുടങ്ങിയാല് രാവിലെ എണീക്കുന്നു, കുളിക്കുന്നു, ഒരു ചായ കുടിക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കുന്നില്ല, നേരെ ലാബിൽ പോകുന്നു, പണി ചെയ്യാൻ തുടങ്ങുന്നു. പക്ഷെ ഭയങ്കര രസമായിട്ടാ രസം അനുഭവിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു ആ ഒരു കാലം. അങ്ങനെ ചെയ്ത് രാത്രി 7:30, 8:30, 9 മണി ഒക്കെ ആവുമ്പോൾ തിരിച്ചു വരുന്നു, കിടന്നുറങ്ങുന്നു, പിറ്റേ ദിവസം രാവിലെ വീണ്ടും ഇതുപോലെ പോകുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും മെലിഞ്ഞൊക്കെ പോയത് ആ സമയത്താണ്. കാരണം ഫുഡിനേക്കാളും വർക്കിന് സമയം കൊടുത്ത ഒരു സമയം അത്. പക്ഷേ അതും പിന്നീട് ആനിമേറ്റർ ആയ സമയത്ത്, ആക്ടർ ആയ സമയത്ത് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ആനിമേഷന്റെ മോഡലായ ഓർമ്മകളില്ലേ, അതിൽ തന്നെ ഞാൻ പിന്നീട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ക്ലൗണിംഗ് എന്ന് പറഞ്ഞ തിയേറ്ററിലെ ക്ലൗണിംഗ് എന്ന വിഭാഗമാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആണ്. ഞാൻ അതെ മാസ്ക് വെച്ചതും വെക്കാത്തതും മറ്റേ റെഡ് നോസ് വെക്കുന്നതും ഒക്കെ. അപ്പൊ ഞാൻ അങ്ങനത്തെ 2-3 പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് ഈ ആനിമേറ്റർ ആയിരുന്ന കാലം ഓർമ്മയുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ കണ്ടിട്ട് അനിമേറ്റർ ആയി തന്നെ എനിക്ക് ഇങ്ങനെ കുറെ നാൾ ഇരിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴും അന്നും അറിയില്ല, ഇപ്പോഴും അറിയില്ല. പക്ഷെ ഇന്ന് അതിലേക്ക് സാധ്യത ആണ് എന്നെ മുന്നോട്ട് ഇഷ്ടങ്ങളൊക്കെ. ആനിമേറ്റർ ആയി കഴിഞ്ഞിട്ട് പിന്നെ ഡാൻസർ ആയിട്ട് മാറി അല്ലേ? അത് ശരിക്കും ഇപ്പൊ പ്രോതിമ വേദിയുടെ ഒരു കഥയുണ്ട്. അവരിങ്ങനെ ചുമ്മാ ജീവിച്ചു പോകുന്ന ഒരു കാലത്ത് ഒരു സുപ്രഭാതത്തിൽ എന്നാ ശരി ഞാനെങ്കിൽ ഡാൻസർ ആവാന്ന് പറയായിരുന്നു പ്രോതിമ. ഏതാണ്ട് അതുപോലൊക്കെ തന്നെ ആനിമേറ്റർ ആയിട്ട് അവിടെ ഇങ്ങനെ അടിപൊളിയായിട്ട് ജീവിക്കുന്ന ഒരു സമയത്ത് ഡാൻസിലേക്ക് പോകുന്നു, ഡാൻസർ ആവണം എന്നുള്ള ഒരു തോന്നലിലേക്ക് പോകുന്നു. എങ്ങനെയായിരുന്നു ആ ഒരു പോക്ക്? അക്കാലത്ത് ചെയ്ത ഒരു പ്രധാനപ്പെട്ട ഡാൻസർ എന്ന രീതിയിലുള്ള പ്രധാനപ്പെട്ട വർക്കുകൾ എന്തൊക്കെയായിരുന്നു? അത് ശരിക്കും ആ ബുക്കും പ്രോതിമ ബേഡിയും തന്നെയാണ് എന്റെ ഇൻസ്പിറേഷൻ. കാരണം എന്റെ അറിവിൽ എല്ലാവരും ചെറുപ്പത്തിലേ ഡാൻസ് പഠിച്ചു തുടങ്ങുകയാണ്. അങ്ങനെ അല്ലാതെ ഒരാൾ ചെയ്തത് പ്രോതിമയാണ്. ഒരു 26 വയസ്സിലെങ്ങാണ്ടോ, 26, 28 വയസ്സിലാണ് ഞാൻ അതേ പ്രായത്തിലാണ് തുടങ്ങുന്നത്. അപ്പം പക്ഷെ തുടങ്ങിയത് കഥക്കാണ്. കാരണം അതാണ് എനിക്ക് അവൈലബിൾ ആയിട്ട് ഹാൻഡി ആയിട്ട് മുമ്പിൽ വന്നത്. അപ്പൊ എനിക്ക് ഇത്രേ അറിയുള്ളൂ, എനിക്ക് ഡാൻസ് പഠിക്കണം. അത് ഇങ്ങനെ എന്നെ ചെറുപ്പത്തിൽ പഠിക്കാൻ വിട്ടില്ല പോലത്തെ സങ്കടങ്ങളൊക്കെ ഇങ്ങനെ അകത്തൊരു ഫോൾഡറിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആരോടും പറയില്ല, പക്ഷെ ഇനി നടക്കില്ലല്ലോ, എന്റെ കുട്ടിക്കാലം കഴിഞ്ഞു പോയല്ലോ. പക്ഷെ ഞാൻ എപ്പോഴെങ്കിലും ജോലി കിട്ടുമ്പോൾ ഞാൻ ഡാൻസ് പഠിക്കും എന്നിങ്ങനെ ആരോടും പറയാതെ കൊണ്ടു നടന്നിട്ടുണ്ട്. എനിക്ക് പരിഭവമൊക്കെ ഉണ്ടായിരുന്നു എന്റെ പേരൻസിന്റെ അടുത്ത്. പറ്റിയാൽ എന്നെ പഠിപ്പിക്കാൻ വിടാമായിരുന്നു എന്നൊക്കെയുള്ള. എനിക്ക് ഇപ്പോഴും തോന്നുന്നത് ചെറുപ്പത്തിലെ പഠിക്കുന്നതിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. അത് അത്രയും മനസ്സിലുറക്കും. അതിന്റെ സ്ട്രഗിൾസും ഉണ്ടായിട്ടുണ്ട് ഗ്രോൺ അപ്പ് ആയിട്ട്. ഞാൻ അത്രയും പ്രോതിമ പോലെ ഞാൻ ഡെഡിക്കേറ്റഡ് ഒന്നുമല്ല.
പ്രതിമ വേദി ഉം, 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 പഠിക്കുന്നുണ്ടെങ്കിൽ അത് സർവ്വതും വിട്ടിട്ട് ഇതിൽ മാത്രം ഫോക്കസ് ചെയ്ത് ഉം, 3-ാമത്തെ വർഷം അരങ്ങേറ്റം നടത്തി ഒഡീസി പോലത്തെ ഒരു ഫോമില്. അത്രയും ഉം. ഒന്നും ഞാൻ അതെ ചെയ്തിട്ടില്ല. അതെ അതെ. അത്രയും ഒരു എന്താ ആർജവൊന്നും എനിക്ക്. അപ്പൊ പക്ഷെ അവരെ എന്നെ ഇൻസ്പയർ ചെയ്തത്. അപ്പൊ എനിക്ക് അവരോട് തീവ്രമായ ഒരു ആരാധനയൊക്കെ ഉണ്ടായിരുന്നു. പിന്നീടാണ് ഞാൻ ആ ബുക്ക് വാങ്ങി. ഈ കഥ ഞാൻ മുന്നേ കേട്ടിട്ടുണ്ട്. പിന്നീട് ഞാൻ ആ ടൈം പാസിന് ഉം, തന്നെ ഒരു ഉം, ഓട്ടോഗ്രാഫി വാങ്ങി ഉം, വായിച്ച് ഉം, എന്റെ ഒരു ഫേവറേറ്റ് ഉം, ബുക്കാണ്. പിന്നീട് ഞാൻ ഉം. നൃത്തഗ്രാമിൽ പോയി. നൃത്തഗ്രാമിൽ 2 പ്രാവശ്യം പോയി. ആ 2 ആ വർക്ക്ഷോപ്പുകൾ എന്ന് വെച്ചാൽ 1 മന്ത് 2 മന്ത്സ് ഒക്കെ ഉള്ള വർക്ക്ഷോപ്സാ. ഉം, ഉം, അപ്പോഴൊക്കെ എന്നെ ഈ പ്രതിമയുമായിട്ടുള്ള ഇതാണ് എന്നെ കൊണ്ടുപോകുന്നത്. ഉം, 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 പക്ഷെ കഥക്ക് പഠിക്കാൻ തുടങ്ങിയതും പിന്നീട് കഥക്ക് ഒരു 4 വർഷം പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ ഒഡീസി തുടങ്ങുന്നത്. ഉം, ഉം. രണ്ടും ഞാനൊരു പെർഫോമർ ആവാൻ വേണ്ടിയല്ല ചെയ്തത്. ഐ മീൻ സ്റ്റേജ് പെർഫോമർ അങ്ങനെ ഒരു ധാരണയില്ല. എനിക്ക് തോന്നുന്നു ഒരു തരം പേടിയൊക്കെ കാണുമായിരിക്കും. എനിക്ക് അത്രയും പറ്റില്ലായിരിക്കും. ഞാൻ ഇപ്പൊ തുടങ്ങിയല്ലേ ഉള്ളൂ അങ്ങനെയൊക്കെ. പക്ഷെ എന്റെ 2 ഗുരുക്കന്മാരും കഥക്ക് പഠിപ്പിച്ച സാർ എസ്പെഷ്യലി മുരളി മോഹൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം എന്നെ അരങ്ങേറ്റത്തിനൊന്നും കാത്തു നിൽക്കണ്ട. കാരണം നമ്മൾ സാറിന് തന്നെ ഒരു നാദം എന്ന് പറഞ്ഞിട്ടൊരു നാദം എൻസെമ്പിൾ എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂരിൽ ഒരു ഡാൻസ് കമ്പനി ഉണ്ട്. അപ്പൊ അവര് ഇടയ്ക്കിടയ്ക്ക് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പൊ എന്നോട് പറഞ്ഞു അരങ്ങേറ്റമൊക്കെ വരുമ്പോ വരട്ടെ, നീ സ്റ്റേജിൽ കയറ് എന്ന് പറഞ്ഞിട്ട് ഒരു 2 വർഷം കഴിഞ്ഞിട്ടും എന്നെ സ്റ്റേജിൽ കയറ്റി. ഞാൻ അപ്പം നാദത്തിന്റെ പാർട്ടായിട്ട് ഇഷ്ടംപോലെ ഞാൻ ഇനി ബാംഗ്ലൂർ ഏതാണ്ട് എല്ലാ ഫേമസ് ഓഡിറ്റോറിയങ്ങളിലും ഞാൻ പെർഫോം ചെയ്തിട്ടുണ്ട്. അത് ഉം, കഴിഞ്ഞ് ഉം, ഒഡീസി തുടങ്ങിയപ്പോ എനിക്ക് അത്രയും ഒഡീസിയുടെ ടീച്ചർ അങ്ങനെ പെർഫോം അങ്ങനെ അങ്ങ് പെർഫോം ചെയ്യുന്നവരല്ല. നമ്മളെ അങ്ങനെ അങ്ങ് വിടില്ല. അതുപോലെ ഒഡീസിക്ക് അങ്ങനെ കുറച്ചും കൂടി കഴിയണം അത് ചെയ്യാൻ തുടങ്ങാൻ തന്നെ. അതെ എങ്കിലും അതെ അതെ. ഉം, ഉം, എങ്കിലും ഒരു അമ്പലത്തിൽ ഒരു പെർഫോമൻസ് ചെയ്തു. പിന്നെ ഒരു ഫസ്റ്റ് പെർഫോമൻസ് എന്ന നിലയിൽ നവരാത്രി സമയത്തൊക്കെ ചെയ്യുന്ന അങ്ങനെ ഒന്ന് ചെയ്യിച്ചു. ഒരു അമ്പലത്തിൽ ചെയ്യിച്ചു. പിന്നെ 1-2-3 പെർഫോമൻസോളം ചെയ്തു ഒഡീസിയിലെ. കഥക്ക് ഇഷ്ടം പോലെ ചെയ്തു. കഥക്ക് ഞാൻ നാദത്തിന്റെ പാർട്ടായി തന്നെ ചെയ്തു. പക്ഷെ ഉം, അപ്പോഴൊന്നും ഉം, ഞാനൊരു ഡാൻസർ ആയി എന്ന് വിചാരിക്കുന്നുമില്ല. ഇതാണ് എന്റെ വഴിയെന്ന് ഞാൻ അന്ന് വിചാരിച്ചിരുന്നില്ല. ഉം, 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 ആക്ടിങ്ങിലൊക്കെ എനിക്ക് അങ്ങനെ ആയിരുന്നില്ല. അതെന്റെ ഉം, ആകാൻ ഞാൻ ഉം, ഉം, തോന്നി. ഉം, പക്ഷെ ഉം, ഡാൻസ് അങ്ങനെ ഉം. തോന്നില്ല. പഠിച്ചുകൊണ്ടിരുന്നാ മതി എന്ന് തോന്നി. ഫേമസ് അങ്ങനെ പറയാൻ ഒത്തിരി നല്ല നല്ല ഫെസ്റ്റിവലുകളിൽ ഡാൻസ് ഫെസ്റ്റിവലുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഉം, ഉം, ഉം. പിന്നെയല്ലേ നാടകത്തിന്റെ ഒരു വരവ്. അപ്പം അതിനു മുമ്പ് എന്താ പറയാ, അങ്ങനെ ഒരു വലിയ നാടകം തിയേറ്റർ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ഒരാള് നാടകത്തിലേക്ക് ഒരു ഇൻവിറ്റേഷൻ വരുന്നു, എന്നാ ശരി എന്ന് പറഞ്ഞിട്ട് നേരെ അതിനു വേണ്ടി കച്ച കെട്ടി ഇറങ്ങുകയാണ്. അഭിനയിലേക്കുള്ള ഒരു വരവ് അത് എന്ത് ധൈര്യത്തിലായിരുന്നു? അതുപോലെ തന്നെ ഈ മാക്ബത്ത് ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയൂ. എനിക്ക് തോന്നുന്നേ ഇതും ഞാൻ പറഞ്ഞില്ല, ഞാൻ എല്ലാം പഴയ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഇപ്പൊ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ വിശകലനം ചെയ്യാൻ ഒരു ശ്രമം നടത്താറുണ്ട്. അത് വളരെ നാച്ചുറലി അങ്ങനെ നടന്നു പോകുന്നു. എനിക്ക് ഞാൻ ആ കണക്ട് തന്നെ അറിയാതെ കണ്ടെത്തി പോകുന്നതാ. അങ്ങനെയാണെങ്കിൽ എന്റെ ഏറ്റവും ആദ്യത്തെ ജീവിതത്തിലെ ഏറ്റവും ആദ്യത്തെ നാടകം ചെയ്യുന്നത് ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇയർ ഞാൻ ഉം, ഒരു ഹോസ്റ്റലിൽ താമസിക്കാനായിട്ട് ചെന്നു മൂലമറ്റത്ത്. അപ്പൊ അവിടെ ചെന്നപ്പോ ഹോസ്റ്റൽ ഡേ വന്നു. അപ്പൊ എല്ലാരും എല്ലാവരും ഫാഷൻ ഷോ, നാടകം, ഡാൻസ് ഇങ്ങനെ എല്ലാം പ്രിപ്പയർ ചെയ്യുക. അപ്പൊ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരാൾ ഞാൻ വളരെ എന്നാ ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു, വളരെ ഇൻവിസിബിൾ ആയിരുന്നു. അപ്പൊ എനിക്കിത് എങ്ങനെയാണ് വെളിച്ചപ്പെടേണ്ടതെന്നും ഇതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതെന്നും അറിയില്ല. ചെന്ന് ചോദിക്കാനൊന്നും എനിക്ക് അറിയില്ല. അപ്പം പക്ഷെ എന്നെ ആരെങ്കിലും വിളിക്കുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ ഫസ്റ്റ് ഇയറിൽ ആരെയും മൈൻഡ് ആക്കുന്നില്ല. എല്ലാവരും സീനിയേഴ്സ് ആണല്ലോ, വലിയ ആൾക്കാർ. ആരും എന്നെ വിളിച്ചില്ല. ഇതോടുകൂടി ഞാൻ അകത്ത് ഇങ്ങനെ കൂട്ടിവെച്ച സങ്കടം എനിക്ക് ഭയങ്കരമായിട്ട് കൂടി. അങ്ങനെ ഒരു ഉം, വീക്കെൻഡിൽ അമ്മ എന്നെ കാണാൻ വന്നു. അമ്മ വീക്കെൻഡുകളിൽ എന്നെ ആമിയെ കാണാനായിട്ട് വരും. എന്നെ ഉം, കാണും, എന്നിട്ട് ആമിയെ കാണാനായിട്ട് കുളമാവിലേക്ക് പോകും. അല്ലെങ്കിൽ ആമിയെ കണ്ട് ഉം, തിരിച്ചു വരുന്ന വഴി എന്റെ അടുത്ത് ഇറങ്ങി എന്നെയും കണ്ടിട്ട് പോകും. ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഉം, ഉം, അപ്പോ അമ്മ വന്നപ്പോഴത്തേക്കും എന്റെ ഈ സങ്കടം അങ്ങ് പൊട്ടിപ്പോയി. ഞാൻ ഒരൊറ്റ ഉം. കരച്ചിൽ കരച്ചിട്ട് പറഞ്ഞു, അമ്മേ ഇവിടെ എല്ലാവരും ഡാൻസ് നാടകമൊക്കെ കളിക്കുന്നത് എന്നെ ആരും കൂട്ടിയില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനിവിടെ ഇരുന്ന് കൊതിക്കുന്ന കാര്യം ആർക്കും അറിയില്ല.
അപ്പൊ എന്റെ മനസ്സിലാന്ന് വെച്ചാല് ഞാനിത് ചെയ്യണ്ടേ, എന്നോട് ചോദിക്കാതെ എന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്താതെ എങ്ങനെ ഇവർക്ക് ഇത് പറ്റും? കാരണം ഞാൻ ആക്ടർ അല്ലേ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്രയ്ക്കും എനിക്ക് അതിനെപ്പറ്റി അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നു. എന്നിട്ട് അവസാനം അമ്മ ഇടപെട്ടിട്ട് ഇവളെയും കൂടെ എന്തിനേലും ചേർക്കണം എന്നൊക്കെ പറഞ്ഞ് കുട്ടികളോട് പറഞ്ഞു. അപ്പൊ കുട്ടികൾ ആണോ, അറിഞ്ഞില്ലല്ലോ, ആ ഡെഫിനറ്റ്ലി എന്നൊക്കെ പറഞ്ഞു പോയി. എന്നിട്ട് ഇവരെന്നെ നാടകത്തില് ഒരു റോള് തന്നു. അപ്പൊ ഞാൻ സന്തോഷമായി. എന്നിട്ട് നാടകം കളിക്കാനായിട്ട് ചെല്ലുക. അത് റിഹേഴ്സൽ ഉണ്ടാവും വൈകുന്നേരം. ഭയങ്കര ഹാപ്പി ആയി ചെന്ന് കഴിഞ്ഞപ്പോ ഇവരൊരു ഒരു 5-6 പേപ്പർ ഒരു കെട്ട് പേപ്പർ എനിക്ക് എടുത്തു തന്നു. സ്ക്രിപ്റ്റ് ആണ്, അതൊരു ബൈബിൾ നാടകമാണ്. അപ്പോ എനിക്ക് പ്രധാന കഥാപാത്രമായ രാജാവാണ് തന്നിരിക്കുന്നത്. ഞാൻ രാജാവിന്റെ ഡയലോഗ് വായിച്ച് ഞെട്ടിപ്പോയി. പഴയ ഭാഷയാണ്, ഇങ്ങനെ പേജസ് പേജസ് ഡയലോഗ്സ്. അപ്പൊ എനിക്ക് കാണാതെ പഠിക്കാനുള്ള ഇതിനെപ്പറ്റി ഭയങ്കര പേടിയാ. കാണാതെ പഠിക്കാൻ എനിക്ക് പറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനിത് എങ്ങനെ പഠിക്കുന്നതായി ഞാൻ ഓർത്ത് സിമ്പിൾ ആയിട്ട് എന്താ എന്തെങ്കിലും ആയിരിക്കും. ഈ വലിയ കടാകടയും ഡയലോഗ് എടുത്ത് വരുമെന്ന് ഞാൻ ഓർത്തില്ല. അവസാനം റിഹേഴ്സലും ചെയ്ത് ഇതിന്റെ കണ്ണ് തള്ളി. അവസാനം ഞാൻ ഓക്കെ എന്തെങ്കിലും നുണ പറഞ്ഞിരുന്നു ചാടാമെന്ന് തീരുമാനിച്ചിട്ട് അവസാനം അവരോട് എന്ന് പറഞ്ഞു, ഭയങ്കര തലവേദനയാ, ഇത്രയും വായിച്ചാൽ എനിക്ക് തലവേദന എടുക്കും എന്നൊക്കെ അവരോട് പറഞ്ഞു. അവർ അയ്യോ ആണോ എന്ന് ഞങ്ങൾ വേറെ ആരെങ്കിലും നോക്കാമെന്ന് പറഞ്ഞു. ഞാനത് ഉപേക്ഷിച്ചു. എന്നിട്ട് ആ ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോ അവർക്ക് കഷ്ടം തോന്നിയിട്ടോ എന്തോ അവരെന്നിട്ട് എനിക്ക് അന്ന് എന്തായാലും വന്നാലേ ഒരു ചെറിയ വേഷം ചെയ്യാവൂന്ന് ചോദിച്ചു. ഒരു ഭടന്റെ വേഷം തന്നു. ശിമയോൻ എന്ന് പറഞ്ഞൊരു ഭടനാണ്. ശിമയോൻ ഒരു ഡയലോഗേ ഉള്ളൂ. ശിമയോൻ എന്താ രാജാവ് വിളിക്കുമ്പോൾ കുന്തമായിട്ട് ഓടി വന്നിട്ട് ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പണിയാണ്. അപ്പൊ ഈ ഞാനിവിടെ ഉണ്ട് എന്നുള്ളതാണ് ഈ ക്യാരക്ടറിനുള്ള ഒരേ ഒരു ഡയലോഗ്. പക്ഷെ ഇത് കളിച്ച് സ്റ്റേജ് പെർഫോം ചെയ്ത് കഴിഞ്ഞപ്പം ഞാൻ സ്റ്റേജിൽ നിന്നപ്പോ ഒക്കെ പഠനമായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് അങ്ങ് സങ്കടം വന്നു. ഞാൻ എന്തിനാണ് അത് കളഞ്ഞത്? കാരണം രാജാവ് അവിടെ നിന്ന് കത്തി കയറുക, ഫുൾ എല്ലാ സീനിലും ഉണ്ട്, നിറഞ്ഞു നിൽക്കുന്ന. അപ്പൊ എനിക്ക് സങ്കടമായി പോയി. എനിക്ക് എന്താണ് പറയാ, ഇച്ഛാഭംഗം ഫീൽ ചെയ്തു. അങ്ങനെയാണോ അത് പറയുന്നത്? എന്തായാലും ഞാൻ ട്രൈ പോലും ചെയ്തില്ല. അത്രയും കൊതി ഉണ്ടായിരുന്നിട്ട് ട്രൈ പോലും ചെയ്തില്ല. അപ്പൊ ഇതിന്റെ ഇങ്ങനെ ഒരു സംഗതി എവിടെയോ കിടക്കുന്നുണ്ട്. എന്നിട്ട് വർഷങ്ങൾ കഴിയുമ്പോൾ എനിക്ക് അപ്രതീക്ഷിതമായിട്ടാണ് അവര് ഈ മാക്ബത്ത് ചെയ്യാൻ ശ്രമിക്കുകയും, അപ്പോഴത്തേക്കും ഞാൻ ജോലിയൊക്കെ മേടിച്ച് ബാംഗ്ലൂർ എത്രയോ വർഷങ്ങൾ, 8ാമത്തെ വർഷങ്ങളാണ് ജോലി ചെയ്യുന്നത് ബാംഗ്ലൂരിൽ. അപ്പാണ് ഈ അഭിനയം പോകുന്നത്. അപ്പൊ എന്തോ ഇതെല്ലാം വർക്കൗട്ട് ആയിട്ടുണ്ടാവണം. അന്ന് വിട്ടുകളഞ്ഞ, അന്ന് ശ്രമിക്കാതെ വിട്ട, ഇതെല്ലാം ഡെഫിനറ്റ്ലി എന്റെ സൈക്കോളജി, ഞാൻ ക്യാരക്ടർ സൈക്കോളജി അനലൈസ് ചെയ്യുന്നോണ്ടാണോ അല്ലെങ്കിൽ ഈ സബ് ടെക്സ്റ്റിലൊക്കെ വർക്ക് ചെയ്യുന്നോണ്ടാണോ എന്താ അറിയില്ല. എനിക്ക് എന്റെ സബ് ടെക്സ്റ്റ് അറിയാം. എനിക്ക് നാട്ടുകാരൊക്കെ സബ് ടെക്സ്റ്റ്, ആരെങ്കിലും വർത്താനം പറയുമ്പോൾ എനിക്കത് പെട്ടെന്ന് കിട്ടും. അപ്പൊ ഞാൻ എന്റെ തന്നെ സബ് ടെക്സ്റ്റ് അനലൈസ് ചെയ്തപ്പോ എനിക്ക് തോന്നി ഇതൊക്കെ കാണും അന്ന് എന്ന് തോന്നി. ആ ഇല്ലേ, അതുണ്ട്. പിന്നെ എനിക്ക് ഉള്ളിലൊരു തോന്നലുണ്ട്, ഓക്കെ ഞാൻ ഇതിന് ജനിച്ചത് നമുക്ക് എന്തിനോ ഒരു തോന്നൽ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എന്റെ സിസ്റ്ററെ വിളിച്ചു, എന്നിട്ട് ഇത് പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു നീ ഡെഫിനറ്റ്ലി പോണം എന്ന് പറഞ്ഞു. ഇതൊരു പുതിയ കാര്യമാണ്, നീ അത് ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞു. എനിക്ക് വെറുതെ ആരെങ്കിലും ഒരു എക്സ്റ്റൻസ് അപ്രൂവൽ വേണമായിരുന്നു. റാമി അതായിരുന്നെങ്കിൽ എനിക്ക് സന്തോഷം. അത് കേട്ടതോടുകൂടി ഞാൻ ആകെ പോയി. അവിടെ ചെന്നപ്പോ മാക്ബത്താണ് നാടകം. ഇതേപോലത്തെ ലേഡി മാക്ബത്താണ് എന്റെ ക്യാരക്ടർ. കടാകടിയൻ ഡയലോഗ്, മറ്റേ രാജ്യത്തോളം വലിയ ഡയലോഗ്. പക്ഷെ ഞാൻ പതറി ഇല്ലെന്നല്ല, ആ പതർച്ചയോടെ ചെയ്തു. എന്നിട്ട് അതിനകത്തൊരു രസമുണ്ട്. അപ്പൊ ഇത് മാസങ്ങളോളാണല്ലോ റിഹേഴ്സൽ. പിന്നെ ഞാനൊരു പുതിയ ആക്ടറാണ്, എന്റെ കൂടെ ഉള്ളവരെല്ലാം വളരെ സീസൺഡ് ആയിട്ടുള്ള ആക്ടേഴ്സ്. ഞാൻ രഘുചേട്ടന്റെ കൂടെയാണ് അഭിനയിക്കുന്നത്. രഘുത്തമൻ ചേട്ടനാണ് മാക്ബത്ത് ചെയ്യണേ, ഒരു നായികയായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം പക്ഷെ അദ്ദേഹത്തിനെ മാക്ബത്തിനെ പോലും ഉറപ്പിച്ചു നിർത്തുന്ന ഒരു കക്ഷിയാണ് ഈ ലേഡി മാക്ബത്ത്. ജ്യോതിഷ് NG ആണ് അത് ഡയറക്ട് ചെയ്തത്. അപ്പം ഈ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ സ്ക്രിപ്റ്റ് കൈ പിടിച്ച് നോക്കി വായിച്ചു. 2 ദിവസം കഴിയുമ്പോൾ സ്ക്രിപ്റ്റ് കുറച്ച് നോക്കും, കുറച്ച് മാറ്റും, പിന്നെ നോക്കും, മാറ്റും, അങ്ങനെ പറഞ്ഞു. ഇങ്ങനെ ഒരു ദിവസം എഴുതിയ സ്ക്രിപ്റ്റിന്റെ ആവശ്യമേ ഇല്ലാതെ ഞാൻ ഫുൾ ഡയലോഗും പറഞ്ഞു. ബാക്കി ആർക്കെങ്കിലും സ്ക്രിപ്റ്റ് ഇല്ല, അവരെല്ലാം ഇത് പലതവണ കളിച്ചിട്ടുള്ള, ഈ മാക്ബത്ത് പലതവണ പല സ്റ്റേജിൽ കളിച്ച് സീസൺഡ് ആയ ആക്ടേഴ്സാണ് ബാക്കിയുള്ളത്. ഞാൻ അങ്ങനല്ല. പക്ഷെ ഒരു ദിവസം എനിക്ക് മനസ്സിലായി ഇത് ഞാൻ അറിയാതെ ഞാൻ പഠിച്ചു പോയി.
എനിക്ക് ഒട്ടും ഭീകരത തോന്നാതെ ഞാൻ പഠിച്ചു പോയിരുന്നു. ഉം, ഉം, അതൊക്കെ എന്നെ സംബന്ധിച്ച് ഭയങ്കര വിജയമായിരുന്നു. ഭയങ്കര ഞാൻ ഉം, ഒരു എന്താ അഗ്നി പരീക്ഷ ജയിച്ച പോലത്തെ ഒരു ഫീല് തന്നു എനിക്ക്. ഉം, 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 ഉം. ആ, അത് ഭയങ്കരമാണ് എന്നെ സംബന്ധിച്ച്. പിന്നെ കുറെ കാലം നാടകങ്ങളായിരുന്നു അല്ലെ? പിന്നെ അപ്പം കാലം അതിലാണ് ആ ഈ ലാസ് ഇന്ത്യാസ് എന്ന് പറയുന്ന പ്രോജക്റ്റ് ഒക്കെ വരുന്നത് ആ സമയത്താണ്. എന്ന് വെച്ചാൽ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് വന്ന കുറെ ഗംഭീര തിയേറ്റർ കക്ഷികള്, മലയാളികളായിട്ടുള്ള നിങ്ങൾ കുറെ തിയേറ്റർ ആളുകള്, ഇപ്പൊ എല്ലാവരും ചേർന്നിട്ടുള്ള മാസങ്ങൾ നീണ്ടു നിന്ന ഒരു ഗംഭീര പ്രോജക്റ്റ്, ഒരു വലിയ ഹ്യൂജ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ്. അത് എനിക്ക് തോന്നുന്നു കേരളം അതുവരെ കണ്ടിട്ടുണ്ടാവില്ല, അതുപോലൊരു നാടക പരീക്ഷണം അല്ലെ? അപ്പം അതെ, അതെ. അതിന്റെ ഒരു ഒരു ഓർമ്മ എന്താ? ലാസ് ഇന്ത്യാസ് ആക്ച്വലി ഒരു 15 ദിവസത്തെ ക്യാമ്പിൽ ഉണ്ടായി വന്നതാ ആ പ്രോജക്റ്റ്. ഉം, അതിനുശേഷം അതിന്റെ ഒരു നെക്സ്റ്റ് സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന നിലയ്ക്ക് സുനാമി എക്സ്പ്രസ് ഞങ്ങൾ വീണ്ടും ചെയ്തു. ഇതേ ഇതേ ഡയറക്ടറും ഇതേ ഉം, ടീമും ഒക്കെ ഉം, വെച്ച്. അന്ന് ഉം, അന്ന് ഉം, ഇന്ത്യയിലും കേരളത്തിലുള്ള ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നത് ഉം. രണ്ടാമത് ചെയ്തു. അതാണ് ആക്ച്വലി ഞങ്ങളുടെ ഒരു നീണ്ട സമയം റിഹേഴ്സലും അതിന്റെ ഓക്കെ, എല്ലാ. ഓക്കെ. ഈ ആദ്യത്തെ ലാസ് ഇന്ത്യാസ് പെർഫോമൻസ് 6 മണിക്കൂറായിരുന്നു. ഉം. ആഹ് 6 മണിക്കൂർ പെർഫോമൻസ്. ലാസ് ഇന്ത്യാസ് പ്രോജക്റ്റ് 6 മണിക്കൂർ നേരമുള്ള പെർഫോമൻസ് ആണ്. അതില് നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് ഒരു 1 hour കണ്ടിന്യൂസ് പെർഫോമൻസ് ഉണ്ട്. അങ്ങനെ പോകുന്നൊരു ഒരു വല്ലാത്ത ഡിസൈൻ ഉം, ആയിരുന്നു അതിന്. അത് ഉം, ആക്ച്വലി ഇറ്റ്ഫോക്കിലെ ഈവൻ നൗ ഇറ്റ്ഫോക്കിലെ വൺ ഓഫ് ദ ബെസ്റ്റ്, ആരും ഉം, മറക്കാത്ത, ഇപ്പോഴും വരുമ്പോ ഉം. ലാസ് അതെ, ഇന്ത്യ അതെ. അല്ലെങ്കിൽ ആ വർഷം ഉം, ആക്ച്വലി ആ എൻ്റെ വർഷത്തെ ഇറ്റ്ഫോക്ക് എന്ന് പറയുന്നത് സൗത്ത് അമേരിക്കൻ പ്രോജക്റ്റുകളായിരുന്നു അന്ന്. സൗത്ത് അമേരിക്ക ഫോക്കസ് ഉം, ആയിരുന്നു. ഉം, ഉം, അമേസിംഗ് ഉം, പ്രോജക്ട്സ്, അമേസിംഗ്. ഞാൻ മറക്കില്ല, എനിക്കകത്ത് കണ്ട കുറെ കാര്യങ്ങൾ. പത്തുകൈന എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഉം, ഉം, അവരൊക്കെ ഉം, എന്റെ കണ്ണ് തുറപ്പിച്ച് ഞാൻ അന്തം വിട്ട്, ഇതാണോ നാടകം, ഇങ്ങനെയാണോ നാടകം എന്നൊക്കെ ഉം, പറഞ്ഞിട്ട് എന്നെ ഉം, അത്ര മാറ്റിമറിച്ചൊരു പ്രോജക്റ്റാണ് അത്. ഉം, ഉം, എന്നിട്ട് ലാസ് ഇന്ത്യാസ് ചെയ്യുമ്പോൾ നമ്മളെ കുറെ ഇന്ത്യയിൽ നിന്നുള്ള ഒരു 12 ആർട്ടിസ്റ്റുകളും സൗത്ത് അമേരിക്കയുടെ പല 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 കൺട്രീസിൽ നിന്നുള്ള ഏഹ്, എല്ലാവരും കൂടി ഒരു ഒരു ലാർജ് ഗ്രൂപ്പ്, ഒരു വലിയ ഗ്രൂപ്പ്. ഉം. ഒരു ഞാൻ ബസ്സൊക്കെ ഉണ്ടായിരുന്നില്ലേ? ഒരു ബസ്സിലായിരുന്നു. നമ്മുടെ ഒരു 1 hour പെർഫോമൻസ് ബസ്സിലായിരുന്നു. പിന്നെ ഉം, തൃശ്ശൂർ നമ്മള് എന്താ ഒക്യുപ്പൈ ചെയ്തു. ഉം, 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 തൃശ്ശൂര് ഗ്രൗണ്ടും തൃശ്ശൂർ റീജിയണൽ തിയേറ്റർ, ആ റോഡ്, അങ്ങനെ ഒരു ഏരിയ നമ്മൾ ഒക്യുപ്പൈ ചെയ്തൊരു ഒരു തൃശ്ശൂർ പൂരം പോലത്തെ ഒരു പരിപാടിയായി മാറിയത്. ഉം, ഉം, ശരിക്കും ഉം, പറഞ്ഞാൽ ആ പെർഫോമൻസ് അല്ല, ആക്ടേഴ്സ് എന്ന നിലയ്ക്ക് ഞങ്ങളുടെ ഏറ്റവും അടിപൊളിയായത് ആ 15 ദിവസത്തെ ക്യാമ്പാണ്. അന്നേരമാണ് ഉം, നമ്മൾ പ്രോസസ്സിൽ കൂടെ പോയിക്കൊണ്ടിരിക്കല്ലേ, വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള. എനിക്ക് തോന്നുന്നു ആ ഡിസിപ്ലിൻ എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. ഉം, ഉം, രാവിലെ തുടങ്ങിയ വൈകുന്നേരം വരെ ഫിസിക്കൽ വർക്കുകളാണ്. അതുപോലെ തന്നെ ഉം, ഈ ഏം, പൊതുവെ ഇന്ത്യൻ ആർട്ടിസ്റ്റുകൾക്ക് സമയബന്ധിതമായിട്ട് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇച്ചിരി ലേസിയാണ് ആൾക്കാർ. അങ്ങനെ 8 മണിക്ക് തുടങ്ങുന്നു പറഞ്ഞാൽ 8:30 10 ഒക്കെ ആകുമ്പോൾ വരും. അങ്ങനെയൊക്കെ ഉണ്ട്. ഒരു ലേസി ബ്യൂട്ടി ആണ് ആൾക്കാരുടെ ഒരു അപ്രോച്ച്. എനിക്ക് മറ്റതാണ് കുറച്ചുകൂടി ഇഷ്ടം. 5 മണിക്ക് എന്ന് പറഞ്ഞാൽ 5 മണിക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കുക, ചെയ്യേണ്ട കാര്യം. ഉം, അങ്ങനെ ഒരു ഉം, അത് അമ്മയുടെ മറ്റേ ഉം, ശീലത്തിൽ ഉം. നിന്ന് വന്നിട്ട് എനിക്കത് അതെ. ഇഷ്ടമാണ്. അത് ഉം, പിന്നെ ഒരു ആക്ടർ എന്ന ഡിസിപ്ലിനിൽ ഇരിക്കാനൊക്കെ അത് എന്നെ ഹെൽപ്പ് തന്നെ ഉം, ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഉം, ഉം, അപ്പം ഉം, ആ ആ വരുന്ന സൗത്ത് അമേരിക്കയിൽ നിന്ന് വന്ന പല പല സ്റ്റേറ്റിൽ നിന്ന് ആക്ടേഴ്സ് ഉണ്ടല്ലോ, അവരാണ് എന്നെ സ്വാധീനിച്ചത്. ഇപ്പൊ ഉം, ഉം, പത്തുകൈയുടെ ഒരു ഉം, ഉം, ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വരും. അവര് നമ്മുടെ കൂടെ, നമ്മൾ അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുവാണ്. ആ ഉം, ഉം, അവര് വരുന്നതോടുകൂടി അവർ അവരുടെ പണികൾ തുടങ്ങുന്നു. ഉം, ഉം, പല പല പണികൾ നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ ആക്ടേഴ്സ് റിഹേഴ്സ് ചെയ്യുന്നു, അവിടുത്തെ സ്റ്റേജിന്റെ ആൾക്കാർ സ്റ്റേജിൽ ഇതൊക്കെ ഉണ്ടായി വരും അന്നേരം. അപ്പൊ ഓരോ ദിവസവും ഉം, എല്ലാവരും ഉം. എൻഗേജ്ഡ് ആയിരിക്കും. ഓ, ചേർപ്പിൽ വെച്ചിട്ടായിരുന്നു, ചേർപ്പ് എന്ന് പറഞ്ഞ സ്ഥലമില്ലേ, അവിടെ വെച്ചിട്ടായിരുന്നു അതിന്റെ അതെ, 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 എനിക്കറിയാം. അത് സച്ച് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. ആ നാടകത്തോടു കൂടി ഞാൻ ഓക്കെ, നാടകമാണ്, അഭിനയമാണ് എന്റെ ജീവിതം, നാടകം ഞാൻ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിട്ടും ജോലി ഉം, രാജിവെച്ചു. ഉം, ഉം, അത്ര ഉം, ഇൻഫ്ലുവൻസ് ഉം, എനിക്കുണ്ടായി. ഉം, 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 എനിക്ക് ഉം, തോന്നുന്നു ടിൽ ഡേറ്റ് എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ടൈം ആ ഉം, 15 ഉം, ദിവസത്തെ ഉം, 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 ഉം. ഞാൻ ഇത് ഒരിക്കലും മറക്കില്ല. കഴിഞ്ഞിട്ട് പിന്നെ സിനിമ എന്നുള്ള വിളി വരുന്നു അല്ലെ? അപ്പം ഈ
ഈ നാടകത്തിന്റെ ഒരു എന്താ പറയാ, നാടകക്കാരും നാടകമൊക്കെ ചേർന്നുള്ള അത് ശരിക്കും എന്താ പറയുക, ഒരു കമ്മ്യൂൺ പോലെയൊക്കെ ആണല്ലോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് സിനിമയുടെ വേറൊരു വഴിയിലേക്ക് പോകുമ്പേ ആ അപ്പം എന്തായിരുന്നു ആ സമയത്തുള്ള ഒരു പ്രതീക്ഷകള്, എന്തായിരുന്നു ആ സമയത്തുള്ള ഒരു ആശങ്കകള്, ഇത് എന്താവും എന്നുള്ള ഒരു പേടി ഉണ്ടാവുക? രണ്ടും ഉണ്ടായിരുന്നില്ല. പ്രതീക്ഷയില്ല, ആശങ്കയുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് അറിയത്തില്ല. എന്റെ മനസ്സ് മുഴുവൻ ആ സമയത്ത് നാടകത്തിലാ. കാരണം ഉം, നാടകത്തിൽ നമ്മൾ എങ്ങനെ എൻഗേജ്ഡ് ആയിരിക്കുന്നു, ഓരോ നിമിഷവും ഓരോന്ന് പഠിക്കുന്നു. എന്നെ സംബന്ധിച്ച് ഇത് പുതിയ കാര്യമാണ്. ഞാൻ ആദ്യമായിട്ടാണ് നാടകത്തിന്റെ ക്യാമ്പുകൾ കാണുന്നത്. ആഹ് ഒരു ക്യാമ്പിൽ ചെന്ന് കഴിഞ്ഞാല് നമ്മള് നമ്മളിങ്ങനെ നിരന്തരം കണ്ടെത്തിക്കൊണ്ടിരിക്കുക പുതിയ പുതിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരും. അത് നാടകം പെർഫോം ചെയ്ത് കഴിഞ്ഞാലും ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്നു നിൽക്കില്ല ചിലപ്പോൾ. അത് ഉം, ഉം, ആദ്യത്തെ സ്റ്റേജിൽ പോലെ ആയിരിക്കില്ല. രണ്ടാമത്തെ സ്റ്റേജോ നാലാമത്തെയോ പത്താമത്തെയോ സ്റ്റേജ് ആയിരിക്കുമ്പോൾ ആയിരിക്കും നമ്മൾ ആ ക്യാരക്ടറിന്റെ ഒരു പെക്യൂലിയർ സ്വഭാവം ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങുന്നത്. പിന്നെ അത് ഇൻകോർപ്പറേറ്റ് ചെയ്യാന്ന് പറയുന്നതോടുകൂടി അപ്പൊ ഇത് നെവർ എൻഡിങ് പ്രോസസ് ആണ്. ഈ നാടകം ഇങ്ങനെ ബെറ്റർമെന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളത് അത് നാടകത്തിൽ മാത്രം കിട്ടുന്ന കാര്യമാണ്. അപ്പൊ ഉം, 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 എന്റെ ഇൻട്രസ്റ്റ് മുഴുവൻ അതിനകത്ത് കിടക്കുക. അതിനിടയ്ക്കാണ് സിനിമ വരുന്നത്. ഞാനതിൽ കാര്യമായിട്ട് എടുത്തില്ല. ഉം. വിളിച്ചു ഒരു ജോലിക്ക് എന്നാ പോയി നോക്കാന്ന് പറഞ്ഞ് പോയി. ആദ്യം ചെയ്ത സിനിമ പുറത്തു വന്നില്ല. രണ്ടാമത് ചെയ്തത് രണ്ടാമത് ബാച്ചിലർ പാർട്ടിയാണ് ചെയ്തത്. ബാച്ചിലർ പാർട്ടി, അമൽ ആ നീരദിന്റെ ബാച്ചിലർ പാർട്ടി. അതെ അതെ അതെ. ബാച്ചിലർ പാർട്ടിയിലും ഞാൻ ചെന്ന് അപ്പൊ അവര് നാടകം പെർഫോമൻസ് ഉള്ള ഒരു ക്യാമ്പ് എന്ന് പറഞ്ഞില്ല. അപ്പൊ എനിക്ക് കടുത്ത നിരാശ ഉണ്ടാക്കി. ഞാൻ അവിടുന്ന് വഴക്കൊക്കെ കൂടി. എന്നെ എന്തിനാ വിളിച്ചോണ്ട് വന്നതെന്നൊക്കെ ചോദിച്ചു. എനിക്ക് എന്തോരം പണികളുണ്ട്. അവിടുന്ന് വെറുതെ എന്നെ ഇവിടെ വെച്ച് ഉം, ഇത് ഭയങ്കര നല്ല അനുഭവം ആയിരുന്നില്ല. ഇപ്പം ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് പെരുമാറുന്നു ഉം, അങ്ങനെയൊക്കെയാണ്. ഉം, പക്ഷെ ഉം, ഉം, അത് ഞാൻ മനസ്സിലാക്കുന്നില്ല. കാരണം നാടകത്തിൽ അങ്ങനെയല്ല. നാടകത്തില് ഉം, ഒരാൾ വരുന്നത് എന്ത് ചെയ്യാനും ആയിക്കോട്ടെ, എത്ര ചെറിയ റോൾ ചെയ്യാനാണെങ്കിലും വലുതാണെങ്കിലും ഭയങ്കര ബഹുമാനത്തോടെയാണ് റിസീവ് ഉം, ചെയ്യപ്പെടുന്നത്. ഉം, 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 ആ, ഉം, അതുകൊണ്ട് നമുക്കിങ്ങനെ ഭയങ്കര നമ്മുടെ വാല്യൂ നമുക്ക് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ അത് ആൾക്കാരത് ഉം, തരും. ഉം, എല്ലാവർക്കും ഉം, മനസ്സിലാവും. ഉം, സിനിമ ഇപ്പൊ എനിക്കത് നേരെ തിരിഞ്ഞു. അങ്ങനെ അങ്ങനെയല്ല ആൾക്കാര്. ആ, ഭയങ്കര ഒരു റാഗിങ് മെന്റാലിറ്റിയോ അല്ലെങ്കിൽ ആ തുടക്കത്തിൽ ഇങ്ങനെയൊക്കെ കാണുള്ളൂ പോലത്തെ അതെനിക്ക് എടുക്കാൻ ഉം, പറ്റിയില്ല. ഉം, എനിക്ക് റെസ്പെക്ട് ഇല്ലാത്തൊരു ഉം, ഉം, അന്തരീക്ഷം ഫീൽ ചെയ്യുന്നത്. ഉം, പിന്നെ അതൊരു ടൂ ബിഗ് സെറ്റ് ആയിരുന്നു. അതുകൊണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഉം, ആ സിനിമ കഴിഞ്ഞതോടുകൂടി ഓക്കെ ഇത് ഭയങ്കര ബോറിംഗ് പരിപാടി, നിർത്താം. ഇനി ഞാൻ എങ്ങും പോകുന്നില്ല എന്ന് വിചാരിച്ചു. ഉം, 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 അങ്ങനെ ഉം, എങ്ങനെയാണെന്ന് അറിയില്ല, മൂന്നാമത് ആണ് നീലാകാശം വരുന്നത്. നീലാകാശം ഉം, പച്ചക്കടൽ. ഉം, അത് മൂന്നാമത് വരുന്ന സിനിമയാണ്. അപ്പൊ ഞാൻ ആമിയോട് പറഞ്ഞു ഞാൻ പോകുന്നില്ല, എനിക്ക് ഈ സിനിമയൊക്കെ ബോറടിയാണെന്ന് പറഞ്ഞു. അപ്പൊ അവള് ഉം, പറഞ്ഞു സമീർ താഹിർ അല്ലേ, നല്ല ടീമല്ലേ, നീ പോയി നോക്ക്. നല്ല ഉം, ടീമിന്റെ കൂടെ ഉം, ചെയ്യുമ്പോൾ ചിലപ്പോൾ നിനക്ക് ഈ അഭിപ്രായം അല്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ അങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ ഓർത്ത് ഞാൻ എന്നാ പോയേക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്നിട്ട് ഇത് അയച്ചൊക്കെ കൊടുത്ത് ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തു. അവരെന്നിട്ട് അത് ഫോട്ടോ കണ്ട് സെലക്ട് ചെയ്ത് വിളിച്ചു. എന്നിട്ട് ആശങ്കയും പ്രതീക്ഷയില്ലാത്തതുകൊണ്ട് ഞാൻ ചുമ്മാ പോയി ചുമ്മാ ചെയ്ത് ഇങ്ങ് പോന്നു. പക്ഷെ പിന്നീട് എനിക്ക് ഞാൻ ചെയ്തത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി മെച്ചപ്പെടുത്താമായിരുന്നു. ആഹ് കാരണം എനിക്ക് സിനിമ എന്ന സങ്കേതം അറിയത്തില്ലായിരുന്നു ഒന്ന്. ഈ മാധ്യമത്തിനെ ഉം, ഉം, അറിയില്ലാതെ ചെയ്യുന്നതിന്റെ പ്രശ്നങ്ങൾ ആ ഉം, ക്യാരക്ടർ ഉം, തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഉം, ഉം, പക്ഷെ ആ സിനിമ ഹിറ്റായി, വൻ ഹിറ്റായി, ഈ ക്യാരക്ടർ എല്ലാവർക്കും ഉം, ഹിറ്റായി. അപ്പൊ ഞാൻ ഓർത്തു അന്ന് എനിക്ക് അറിയത്തില്ല അങ്ങനെയൊക്കെ ഹിറ്റ് ആവുന്നതിനൊക്കെ ഒരു വാല്യൂ ഉണ്ടെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഉം, അത് ഉം, എന്റെ ക്യാരക്ടറിന്റെ പേരും ഡയലോഗും ഒക്കെ പറഞ്ഞ ആൾക്കാര് ഏഹ്, അന്ന് ട്രോൾ അല്ലെന്ന് തോന്നുന്നു. പക്ഷെ അതിങ്ങനെ ഫേസ്ബുക്കിലൊക്കെ കാണാൻ തുടങ്ങുന്നു. ഉം, പാറു എന്ന് ഉം, പറഞ്ഞ ക്യാരക്ടർ ഒത്തിരി പേര് എന്നിട്ട് അതിന്റെ താഴെ എനിക്ക് ഞാൻ എന്തെങ്കിലും ഇട്ടാൽ അതിന്റെ താഴെ വന്ന് കമന്റ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ അപ്പൊ എനിക്കത് എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല. അപ്പോഴും ഞാൻ ഉം, സിനിമയല്ല നാടകത്തിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് തട്ടിത്തടഞ്ഞാണ് ഞാൻ ശരിക്കും സിനിമയില് വേണം വേണ്ടായിക്കൊക്കെ. സത്യം പറഞ്ഞാൽ സ്റ്റീവ് ലോപ്പസ് ചെയ്യുന്ന സമയത്താണ് എനിക്ക് ഉം, ആക്ടർ എന്ന നിലയ്ക്ക് സിനിമയോട് ഒരു സീരിയസ്നെസ് തോന്നുന്നത്. ഉം, ഉം, അതിന് നമ്മുടെ അഹാനയുടെ അച്ഛൻ കൃഷ്ണകുമാർ സാറിനൊക്കെ ഒരു പങ്കുണ്ട്. ഉം, 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 ഞാന് ആ സിനിമ ഉണ്ടായി വന്നു. അത് തിയേറ്ററിൽ അത്ര സക്സസ് ആയിരുന്നില്ല സ്റ്റീവ് ലോപ്പസ്. ഉം. എനിക്ക് പക്ഷെ നല്ല ഭയങ്കര സിനിമയായിരുന്നു അല്ലേ അത്? ഉം, എനിക്കത്
ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. അതുകൊണ്ട് രാജീവ് രവിയുടെ കൂടെ വർക്ക് ചെയ്യാൻ നല്ല രസമാണ്. ഒരു ആക്ടർക്ക് ഉം, ഉം, ഒരു ആക്ടർക്ക് ആഗ്രഹിക്കാൻ പറ്റുന്ന ഒരു ഡയറക്ടർ ഉണ്ടല്ലോ. ആക്ടറോട് ഉം, ഉം, എന്തെങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ അറിയാവുന്ന ഡയറക്ടേഴ്സ് ആണെങ്കിൽ നമുക്ക് ഭയങ്കര രസമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ഉം, അപ്പൊ ഉം, എവിടെ ഉം, അങ്ങനത്തെ സാധ്യതയൊക്കെ ആദ്യം എക്സ്പ്ലോർ ചെയ്ത ഒരാള് അങ്ങനെയാ. ഭയങ്കര ഉം, സ്മൂത്ത് ഉം, ആക്കി തന്ന പ്രോഗ്രാം. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഉം, ഉം, ആ വർക്ക് എനിക്ക് ഉം, ഇഷ്ടപ്പെട്ടു. ഉം, പിന്നെ മധുചേട്ടനും അങ്ങനെ എല്ലാവരും, മധു നീലകണ്ഠൻ, അങ്ങനെ അവരൊക്കെ ഉണ്ട്. ഉം, നല്ലൊരു ടീം. എനിക്ക് ഹായ് ഇത് കൊള്ളാമല്ലോ എന്ന് തോന്നി. ഉം, ഉം, പെർഫോം ചെയ്ത് ഗംഭീരമായോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അങ്ങനെ ഉം, ഉം, ജഡ്ജ് ആയില്ല. പക്ഷെ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് കൃഷ്ണകുമാർ സാർ എന്നെ വിളിച്ചു. അഹാനയുടെ അച്ഛൻ, അഹാനയാണല്ലോ അതിനകത്തെ നായിക. പുള്ളി എന്റെ ഉം, നമ്പർ തപ്പിയെടുത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പെർഫോം ചെയ്തത് നന്നായി എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു "ആ, ഇനി വളരെ സൂക്ഷിച്ച് വളരെ കൃത്യമായിട്ടൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. ആ, ഇങ്ങനെ എങ്ങനെയാണ് നമ്മൾ പ്രത്യക്ഷത്തിൽ നിൽക്കേണ്ടത്, എങ്ങനെയാണ് സീരിയസ് ആയിട്ടുള്ള നല്ല വർക്കുകൾ ചൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ എനിക്ക് കുറച്ചു നേരം സംസാരിച്ചതിനോടെ ഞാൻ ഓർത്തു ഉം, ഞാൻ ആരാ, അന്ന് ആരുമല്ല, ഒരു അൺനോൺ ഫേസ് ഉം, ഇങ്ങനെ വന്നിരിക്കുക. അപ്പൊ പുള്ളി ഉം, അത്രയും ടൈം എടുത്ത് അതിനുവേണ്ടി ഒരു പ്രോത്സാഹനം തന്നു. ഉം, അപ്പൊ ഉം, ഉം. സത്യം പറഞ്ഞ അതാണ് എന്നെ ആണോ എന്നൊക്കെ തോന്നിച്ചത്. ഒരാള് നമ്മൾ പെർഫോം ചെയ്ത് കണ്ടിട്ട് ഇങ്ങനെ പറയാന്ന് പറഞ്ഞ എനിക്ക് ആദ്യത്തെ അനുഭവമാണ്. സത്യത്തിൽ അന്നേരമാണ് ഞാൻ സീരിയസ് ആയി തുടങ്ങിയത് സിനിമയെ പറ്റി. പിന്നല്ലേ ഒഴിവു ദിവസത്തെ കളി വരുന്നത് അല്ലേ? അതെ അതെ അതെ. അത് ശരിക്കും അത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു സിനിമയായിരുന്നു. സിനിമ എന്നുള്ള രീതിയിൽ സനൽകുമാർ ശശിധരന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്കുകളിലൊന്നുമാണത്. ഈ അതെ. കള്ളുടിക്കാൻ വീഴുന്ന കുറച്ച് ആണുങ്ങള്, അതിന്റെ ഇടയിൽ പെട്ടുപോകുന്ന ഒരു സാധാരണ സ്ത്രീ. അപ്പം ഈ അതിന്റെ അകത്ത് ജാതി വരുന്നുണ്ട്, ഈ ഈ ഒരു ജെൻഡർ വരുന്നുണ്ട്, അങ്ങനെയുള്ള പലതരം വിഷയങ്ങൾ അത് കൃത്യമായിട്ട് അഡ്രസ് ചെയ്യുന്നുണ്ട്. എന്തായിരുന്നു ആ ഒരു സിനിമയുടെ എക്സ്പീരിയൻസ്? അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താന്ന് വെച്ചാല് അത് ഒരു പ്യൂർലി പെർഫോമൻസ് ഓറിയന്റഡ്. ഞങ്ങളെ എല്ലാവരും അഴിച്ചു വിട്ടേക്കുവായിരുന്നു. ക്യാമറ ഉം, ഉം, എവിടെയെങ്കിലും ഉം, ഇരിക്കും. ഞങ്ങൾക്ക് ക്യാമറയെ പറ്റി എന്നുവെച്ചാൽ നമ്മൾക്ക് ക്യാമറ എവിടെ ഇരിക്കുന്നു, അല്ലെങ്കിൽ നമ്മള് ക്ലോസപ്പ് ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനത്തെ ഒന്നും വറീസ് ഇല്ലായിരുന്നു. നമ്മൾ അതിലേക്ക് നടന്നു ഉം, പോയി. ഉം, നമ്മൾ പക്ഷെ എപ്പോഴും ക്യാരക്ടറിലായിരിക്കേണ്ടതുണ്ട്. കാരണം ഉം, ക്യാമറ എവിടെ ഉം, നമ്മൾ എങ്ങോട്ട് നടന്നാലും ഇത് ക്യാമറ ഫ്രെയിമിൽ നിന്ന് ഔട്ടായി, എപ്പോ എങ്ങനെ നടന്നാലും ക്യാമറയ്ക്ക് അകത്ത് കയറി എന്നൊന്നും നമുക്ക് ചില സമയത്ത് മനസ്സിലാവില്ല. അപ്പം ഒരു നാടകത്തിനോട് അടുത്ത് നിൽക്കുന്ന പ്രോസസ് ആയിരുന്നു അത്. അതുപോലെ ഉം, തന്നെ ഈ ഉം, ഉം, ഉം. ആക്ടേഴ്സ് അവരെ പറ്റി എടുത്തു പറയണം. എല്ലാരും കള്ളു കുടിച്ച് അലമ്പായിട്ടാണല്ലോ അഭിനയിക്കുന്നത്. ആരും കള്ളു കുടിക്കില്ല. എല്ലാവരും ഷോട്ട് കഴിഞ്ഞിട്ട് എല്ലാവരും അവരവരുടെ മുറിക്ക് പോയിരിക്കും. ആരും ഇങ്ങനെ വർത്താനം പോലും പറയുന്നില്ല അനാവശ്യമായിട്ട്. ഉം, ഉം, എല്ലാവരും ഉം, ഉം, അവരവരുടെ സ്ഥലങ്ങളിൽ പോയിരിക്കും. വർക്ക് ചെയ്യാറാകുമ്പോൾ ഷോട്ട് റെഡി ആകുമ്പോൾ വന്നിട്ട് ചെയ്യും. ഇങ്ങനെ എനിക്ക് അന്ന് അവരോടൊക്കെ ഭയങ്കര ബഹുമാനം തോന്നി. എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഗ്രൂപ്പ് ഉം, ഉം, ആക്ടേഴ്സിന്റെ ഉം, ഉം, ഇഷ്ടം. ഉം, ഉം, അനാവശ്യമായ ഉം, വർത്തമാനമൊന്നുമില്ല. എല്ലാവരും പക്ഷെ ഉം, വർത്താനം പറഞ്ഞ് ഉം, വളരെ റെസ്പെക്ട് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു. ഉം, അങ്ങനെയൊക്കെ എനിക്ക് ഉം, ഉം, ആക്ടേഴ്സ് നല്ല രസമായി ഉം, തോന്നി. അതുപോലെ തന്നെ ഉം, വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ ആക്ടേഴ്സിന്റെ ഇടയ്ക്കുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഭയങ്കര പ്രധാനപ്പെട്ടതായിരുന്നു. ഏറ്റവും ഉം, വില്ലനായിട്ടൊക്കെ അഭിനയിക്കുന്ന ചേട്ടനൊക്കെ ഏറ്റവും അടിപൊളി നല്ല മനുഷ്യരാണ്. പക്ഷെ അ- നമ്മളിങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാള് വൃത്തികെട്ടവനാണ് എന്ന് നമുക്ക് ഉം, അത് തോന്നും, മനസ്സിലാവും. വേറൊന്നും ഓർക്കുന്നില്ല. ഇങ്ങനെ എന്തൊരു വൃത്തികേടാണ് ഈ പറഞ്ഞത്. ഈ നിസ്താർ ഖാനൊക്കെ പറഞ്ഞാണ്ടല്ലോ എന്തൊരു മുത്തുമണികളെന്നറിയോ. അതിലെ അഭിനയിക്കുന്ന ആളാണ്. പക്ഷെ അയ്യോ. ആൻഡ് ഇത് ഈ പ്രോസസ് അടിപൊളിയായിരുന്നു. നമ്മളെ റിഹേഴ്സ് ചെയ്ത് ഡയലോഗ് ഒക്കെ നമ്മൾ തന്നെ പറഞ്ഞു. സ്ക്രിപ്റ്റിന്റെ ഒരു കഷ്ണം പോലും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഈ സീൻ എന്താണ്, ഇതിന്റെ ഇന്റൻഷൻ എന്താണ്, ഇത് എങ്ങനെ സംഭവിക്കുന്നു പറഞ്ഞിട്ട് കൊറിയോഗ്രാഫ് നമ്മൾ തന്നെ സംസാരിച്ച് ഇത് നടന്ന് റെസ്പോണ്ട് ചെയ്ത് ഉം, അങ്ങനെ ക്യാരക്ടറിലായിരിക്കുകയും ആ സമയത്ത് ആ നിമിഷത്തിലായിരിക്കുകയും ചെയ്തതിൽ കൂടി ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് എന്തെങ്കിലും മാറ്റാനുണ്ടാവും. അപ്പൊ നമ്മളോട് പറയരുതാത്ത ചില ഡയലോഗുകളൊക്കെ, ചില വാക്കുകൾ വരേണ്ടതില്ല, അങ്ങനെ പറയണ്ട എന്നുണ്ടെങ്കിൽ അത് മാത്രം ഒഴിവാക്കി അപ്പൊ നമ്മളിനെ റിഫൈൻ ചെയ്ത് ഒരു 3-4 റിഹേഴ്സൽ കഴിഞ്ഞിട്ട് ഷോട്ട് എടുക്കും. ക്യാമറ ഓൺ ചെയ്തിട്ട് ഇത് ചെയ്യും. അത് തന്നെ 2-3 പ്രാവശ്യം ചെയ്യും. 5-6 പ്രാവശ്യം ചെയ്ത സീനുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊരു നമ്മൾ ചെയ്ത് അങ്ങ് ഉറയ്ക്കും. അപ്പൊ നമ്മളിങ്ങനെ ബെസ്റ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. അടുപ്പല്ല. ആ നല്ല പ്രോസസ് ആയിരുന്നു. നന്നായി എൻജോയ് ചെയ്തു. പിന്നെ
അത് കഴിഞ്ഞിട്ട് പിന്നെ മൺറോ തുരുത്തല്ലേ പ്രധാനപ്പെട്ട ഒരു വർക്ക്. എന്റെ അതില് വേഷവും വളരെ പ്രധാനപ്പെട്ടായിരുന്നു. അതെ ആ ഒരു ഷൂട്ട് മുതലുള്ള അതിന്റെ ഒരു എക്സ്പീരിയൻസ് അത് ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നില്ലേ? അതെ അതെ അതെ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെ വന്നൊരു വർക്ക് കേട്ടോ. എനിക്ക് ഈ ടീമിനെ ആരെ അറിയത്തില്ലായിരുന്നു. പക്ഷെ എന്നെ ആരാ സജസ്റ്റ് ചെയ്തേ? അപ്പൊ ഈ മനുചേട്ടൻ എന്റെ ഡയറക്ടർ, ഞാൻ ഇപ്പോഴൊക്കെ മനുചേട്ടനൊക്കെ ആയിട്ട് നല്ല ബന്ധത്തിലാണ്. അതായത് ഞങ്ങളത് അങ്ങനെ സിനിമ കഴിഞ്ഞ് ഞാൻ പിന്നെ ആരുമായിട്ട് അങ്ങനെ കണക്ട് ഒന്നും വെക്കാറില്ല. പക്ഷെ മനുചേട്ടനും ആ എൻ്റെ ടീമുമായിട്ട് എനിക്ക് നല്ല കണക്ട് ഉണ്ട്. ഉം, കാരണം ഉം, എന്താ വെച്ചാല് ഉം, നമ്മളും അതിന്റെ ക്രിയേറ്റീവ് പദ്ധതിയുടെ ഭാഗമാണെന്ന്. റെസ്പെക്ട് ആണ് ഇതിന്റെയൊക്കെ ബേസിക്. നമ്മള് ഉം, നമ്മള് നമ്മള് നമ്മളെ വാല്യൂ അതെ 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 അതെ. മാറി വരുന്നതല്ല. ഉം, അങ്ങനെ നമ്മൾ ഉം, അങ്ങോട്ടും ഇങ്ങോട്ടും ഉം, ഒക്കെ അതുണ്ട്. അത് പ്രധാനപ്പെട്ടതാണല്ലോ. അപ്പൊ ആ വർക്ക് ചെയ്യുമ്പോഴും എനിക്ക് ആ, വളരെ ഈസി ആയിരുന്നു. മനുഷ്യന്റെ സ്ക്രിപ്റ്റിലുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല്, സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഒരു ഡയലോഗ് വായിക്കുന്ന സമയത്ത് അതിനകത്ത് ആ ലോകം നന്നായിട്ട് ഇങ്ങനെ ലളിതമായിട്ട് ഉം, ഉം, വളരെ കൺവിൻസിംഗ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ചുമ്മാ ഉം, വായിച്ചു പോയാൽ മതി, നമുക്ക് ക്യാരക്ടർ മനസ്സിലായി പോകും. ഞാൻ അതിനകത്ത് അധികം പണിയൊന്നും എടുത്തിട്ടില്ല. ഈ കാത്തു ഉം, എന്ന ഉം, character ആവാൻ വേണ്ടി ഞാൻ ഒത്തിരി പ്രിപ്പയർഡ് ഒന്നും ആയിട്ടില്ല. പക്ഷെ അത് ഉം, ഉം, വായിക്കുമ്പോൾ ഇത് ആരാന്നുള്ളത് തെളിഞ്ഞു വരും. പിന്നെ മനുഷ്യന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല്, കാത്തു പറയുന്ന തരം ഡയലോഗുകൾ സിനിമയിൽ കാത്തുവാ പറയുള്ളൂ. മറ്റേ കേശു പറയുന്ന ഉം, ഡയലോഗ് ഉം, കേശു പറയുള്ളൂ, അല്ലാതെ ഉം, കാത്തുവിന്റെ സ്റ്റൈൽ കേശു സംസാരിക്കത്തില്ല. അത് ഉം, അത് ഉം, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് റൈറ്റ് ചെയ്യുന്ന റൈറ്റേഴ്സിന്. ഉം, 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 ആളാണല്ലോ ഇവരെല്ലാം എഴുതുന്നത്, അപ്പൊ എല്ലാവർക്കും ഉം, ഒരേ ഭാഷ ഉം, തോന്നും. പക്ഷെ ഉം, മനുഷ്യൻ ഉം, അങ്ങനെയല്ല. അച്ചുമാമ ഉം, സംസാരിക്കുന്നത് അച്ചുമ്മയുടെ ഭാഷയാ. ഭയങ്കര ഉം, സുഖമായിരുന്നു. വായിക്ക് ഉം, ഉം. പുള്ളി തന്നെ പറയുന്ന വായിക്ക് രുചിയായിട്ട് ഡയലോഗ് പറയാൻ മനുഷ്യന്റെ ഒരു ചൊല്ലുണ്ട്. ഉം, സത്യത്തിൽ അങ്ങനെയാണ്, വായിക്ക് രുചിയായിട്ട് പറയാൻ പറ്റുന്ന ഡയലോഗുകളാണ്. ഉം, വളരെ ഈസിലി അങ്ങ് അതിനകത്ത് ആയി. അപ്പൊ പിന്നെ അതിനകത്ത് രസകരമായിട്ട് ഒരു ദിവസം രാവിലെ ഷൂട്ട് ചെയ്യാനായിട്ട് മൺട്രോത്തുരുത്തിലായിരുന്നില്ല ഷൂട്ട്, വേറൊരു സ്ഥലത്തായിരുന്നു. ഉം, ഉം, ചില പോർഷൻസ് മാത്രം മൺട്രോത്തുരുത്തിൽ, ആക്ച്വൽ മൺട്രോത്തുരുത്തിലായിരുന്നു ഷൂട്ട് ചെയ്തത്. അപ്പൊ അവിടെ ചെന്ന് മേക്കപ്പ് ഒക്കെ ഇട്ട് നിൽക്കുമ്പോ ആണ് എന്നാ ചെയ്യേണ്ടതെന്ന് എന്നോട് പറയുന്നത്. ഒരു വള്ളം എടുത്ത്, ഒരു കൊതുമ്പ് വള്ളം എടുത്ത് തുഴഞ്ഞ് നീ വെള്ളത്തിനകത്തോട്ട് പോണം. എനിക്ക് തുഴച്ചിലും അറിയത്തില്ല, നീന്തലും അറിയത്തില്ല. എന്നിട്ട് വാ അങ്ങ് ചെയ്തു. ഞാൻ മുട്ടിടിച്ച്, എന്നിട്ട് അതിന്റെ കൂടെ അഭിനയിക്കണം, പേടിക്കരുതല്ലോ, കലിച്ചെങ്ങാണ്ടാ പോകുന്നത്, കലിപ്പും ഇതും എല്ലാം ഉള്ള ഒരു ഭാവത്തിൽ പോകുന്ന ഒരു ഇതാണ്. എന്റെ അമ്മേ, എന്നിട്ട് ഞാൻ വെള്ളം എടുത്ത് തുഴഞ്ഞു. എനിക്ക് വെള്ളം കുറച്ച് പേടിയുണ്ട്, ഈ നീന്താൻ അറിയത്തില്ലാത്തതുകൊണ്ട്. അതിന്റെ അടിയിലൊക്കെ കണ്ടൽ കാടുകളും ഒക്കെയുള്ള കുരുങ്ങിപ്പോകും നമ്മൾ അതിനകത്ത് വീണാല്. ഈ ചെടികളൊക്കെ ഉണ്ട്. എന്നിട്ട് അങ്ങ് പോയി. ആ പോയത് പോട്ടെ, പോയിട്ട് തിരിച്ചു വന്നു ആ ഷോട്ട് കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞ് ക്യാമറമാൻ അതിനകത്ത് കയറി ക്യാമറയുമായിട്ട്. പിന്നെ പുള്ളിയെ വെച്ച് ഞാൻ ഇതേ സാധനം അഭിനയിക്കണം. ഞാനോർത്ത് ഞാൻ വീണാലും കുഴപ്പമില്ല, ക്യാമറയും ആളും ഇതിനകത്തിരിക്കുന്നു, അതിന് ഞാനാ ഡ്രൈവ് ചെയ്തോണ്ട്. അയ്യോ, ഒന്ന് ഞാൻ പേടിച്ചു. പക്ഷെ എനിക്കത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ ഒരിക്കലും ജീവിതത്തിൽ അതർവൈസ് ചെയ്യില്ലാത്ത ഒരു കാര്യമായിരിക്കും ഈ വള്ളം തുഴയൽ. അത് കൂളായിട്ട് ചെയ്തോ? അങ്ങ് കൂളായിട്ട് ചെയ്തു പോയി. ഞാൻ ഒരു രസം പറയട്ടെ. ഈ ഉം, അതൊരു ഉം, ക്യാരക്ടറിന്റെ, ഒരു ആക്ടറിന്റെ ക്യാരക്ടറിന്റെ രസകരമായ ഒരു ഒബ്സർവേഷൻ ആണ് എന്റെ. ഇത് പറഞ്ഞപ്പോ ഉം, എനിക്ക് വേറൊരു ഉം, കാര്യം ഓർമ്മ വന്നതാ ഞാൻ പറയാൻ വന്നത്. ആണ്ടാൾ എന്ന് പറഞ്ഞ സിനിമ ചെയ്യാം. ഉം. ആണ്ടാൾ, ഷെരീഫ് ആണ്ടാൾ. ഈസയുടെ. അപ്പൊ ആ, അത് ആ. നമ്മുടെ ഗവിയിലാണ് ഷൂട്ട് നടക്കുന്നത്. അപ്പൊ ഉം, ഗവിയിൽ ഉം, നിറയെ അട്ടയാണ്. അട്ടയ്ക്കകത്ത് നിന്നാണ് നമ്മൾ ഉം, ഷൂട്ട് ചെയ്യുന്നത്. കാറ്റൊക്കെ മറ്റേ പുകയില വെള്ളം ഉപ്പൊക്കെ തളിച്ച് പോവാണ്. അപ്പൊ അതിനകത്ത് ഒരു ഷോട്ടില് മലയിൽ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഒരു ക്യാമറയുടെ ടീം അകലെ നിൽക്കുന്നു. ഒരു മലയിൽ നിന്ന് നമ്മൾ ഇറങ്ങി വരുന്നു, തന്നെ നടന്നത് ജോലി കഴിഞ്ഞ് വരുവാണ് ഈ സ്ത്രീ. 10-60 ഉം, വയസ്സിനടുത്ത്, 57 വയസ്സുള്ള ഒരു ക്യാരക്ടർ അത്. അല്ലെങ്കിൽ 60, നല്ല ഉം, നരച്ചിട്ട് ക്ഷീണിച്ചിട്ടുള്ള ഒരു സ്ത്രീ. അപ്പൊ ഇവര് ഉം, ക്ഷീണിതയൊക്കെയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇവരെന്തോ ആലോചനയിലുമാണ്. ഒരു ഒരു പാലം കടക്കണം. ഈ 2 തടിയിട്ട ഒരു ഉം, പാലമുണ്ട്, 2-3 തടി, പിന്നെ അതിന്റെ മുകളിൽ ഇങ്ങനെ ക്രോസ് ചെയ്ത പലകകൾ വെച്ചിരിക്കുന്നത്. ആ പലക പലയിടത്തും പൊട്ടിക്കിടക്കുന്നുണ്ട്. അപ്പം എന്നെ ആദ്യം അതിൽ കൂടെ അപ്പുറം കൊണ്ട് നിർത്തി. ആ സൈഡിൽ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ടീം മുഴുവൻ ഇപ്പുറ, ഈ പാലത്തിന് ഇക്കരെ നിൽക്കാം. അപ്പൊ ഞാൻ നടന്നു വരണം. ഞാൻ നടന്നു വന്നേ. അപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ ഈ പാലം എല്ലാവരും സൂക്ഷിച്ച് കിടക്കണം, പൊട്ടിയിരിക്കേണ്ടത് നമുക്ക് ഓരോ കാലം സൂക്ഷിച്ചൊക്കെ വെച്ച് ആക്ച്വലി ഒന്ന് നമ്മളിങ്ങനെ ഇങ്ങനെയൊക്കെ ഇടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് അപ്പുറം എത്തി. ഷോട്ട് വിളിച്ചു, ഷോട്ടിൽ കൂടെ നടന്നു വന്നു, കൂളായിട്ട് ഇങ്ങനെ വന്നു. അവരെന്നും നടക്കുന്ന വഴിയാ, അതായത് ക്യാരക്ടർ എന്നും നടക്കുന്ന വഴിയാ. ഉം, ഉം, ഉം. ഞാൻ ഇങ്ങ് പോന്നു.
തിരിച്ചങ്ങോട്ട് പോകുന്നത് ആക്ടറായിട്ടാണല്ലോ. അപ്പൊ എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല. ഉം. പിന്നെ അടുത്ത ഒന്നുകൂടെ ടേക്കിന് ഞാൻ വളരെ കൂളായിട്ട് വന്നു. ഞാൻ പിന്നെ ആലോചിച്ചപ്പോഴേ ഈ ക്യാരക്ടർ എന്നും നടക്കുന്ന വഴിയാ, അതിലൂടെ ക്യാരക്ടർ സുഖമായിട്ട് പോകുന്നു. അഭിജ നടക്കാൻ ചെന്നപ്പോ അഭിജയ്ക്ക് നടക്കാൻ പറ്റുന്നില്ല. അത് കുറച്ച് പാടാ നടക്കാൻ, കാലിങ്ങനെ ഇടയ്ക്ക് കുടുങ്ങുകയൊക്കെ ചെയ്തു. അതെങ്ങനെ പറ്റി? അതൊക്കെ വെള്ളം തെളിഞ്ഞപ്പോഴും പറ്റിയിട്ടുണ്ടാവുക. കാത്തൂന് പറ്റും, അഭിജയ്ക്ക് പറ്റൂല. ഈ സുരാജ് വെഞ്ഞാറമൂടിനെ വഞ്ചിച്ച ഒരു ദുഷ്ട മലയാളികൾ കൂടുതലും അഭിജയ് ഓർക്കുന്ന ആ ഒരു ക്യാരക്ടറിലല്ലേ. അപ്പം ഇത് ശരിക്കും ആക്ഷൻ ഹീറോ ബിജുവിലുള്ള ആ ഒരു വേഷം അതിനെ ഏത് രീതിയിലാണ് അത് വളരെ ചെറിയ സമയം മാത്രമുള്ള ഒരു വേഷമാണ്, പക്ഷെ അത് ആളുകൾ ഓർമ്മിക്കുന്ന ഒരു വേഷമായിട്ട് മാറിയത്. അതെന്റെ അഡ്രസ്സായി മാറി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു അതിന്റെ? അതും ഈ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് ഇല്ലാത്ത ഒരു സീനായിരുന്നു. എന്നെ ആദ്യം വിളിക്കുമ്പോൾ ഞാൻ ഒരു നാടകം റിഹേഴ്സ് ചെയ്ത് തിരുവനന്തപുരത്ത് കണ്ണനുണ്ണിയുടെ നാടകം റിഹേഴ്സ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ അവിടെ രസകരമായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഒരു സിനിമയിൽ നിന്ന് ഒരു കോള് വരുന്നു. ഞാൻ 2 ദിവസത്തെ ഷൂട്ട്, 2 ദിവസത്തെ ഷൂട്ടുള്ളൂ. അപ്പൊ ഞാൻ പോണോ? എന്നിട്ട് ഞാനിങ്ങനെ പോണോ ആലോചിച്ചപ്പോ ആൾക്കാർ പറയുന്നുണ്ട് പോ. അപ്പൊ ഞാൻ ഒരാൾ മാറിയ ഈ റിഹേഴ്സൽ കുറച്ച് കുളമാകും. കാരണം എല്ലാവരും ഒത്തിരി കിട്ടുക ഒക്കെ വലിയ പാടല്ലേ. അപ്പൊ ഞാൻ എന്നിട്ട് അവരോട് പറഞ്ഞു ഞാൻ വരുന്നില്ല, ഞാനിപ്പോ റിഹേഴ്സലിലാണുള്ളത്, എനിക്ക് വരാൻ ബുദ്ധിമുട്ടായിരിക്കും, ഒരു 2 ദിവസത്തേക്ക് മാറിയുന്ന റിഹേഴ്സൽ കുളമാകും എന്നൊക്കെ പറഞ്ഞ് ഞാൻ വേണ്ടെന്ന് വെച്ചു. അങ്ങനെ അവരെന്നെ വിട്ടുപോയി. കുറച്ച് കഴിഞ്ഞപ്പോ ഇതേ ആൾക്കാർ വീണ്ടും എന്നെ വിളിച്ചു. അന്ന് എന്തോ നിവിൻ പോളിക്ക് കണ്ണിൽ എന്തോ പ്രശ്നം വന്ന് ഷൂട്ട് മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് അവര് വീണ്ടും അതേ സീൻ കുറച്ച് ഡിലേയിൽ തുടങ്ങുകയാണ്. അപ്പൊ അവര് ഇപ്പൊ ഞാൻ അവൈലബിൾ ആണോ എന്ന് അറിയാൻ വേണ്ടി എന്നെ വിളിച്ചു നോക്കി. അതാണ് പറയുന്നത്, നമുക്ക് വരാനുള്ളത് നമുക്ക് തന്നെ വരുമെന്ന് വിശ്വസിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങോട്ട്. കാരണം അത് ഞാൻ വേണ്ടെന്ന് വെച്ചത്, എനിക്ക് ഇതിന്റെ വാല്യൂ അറിയില്ലായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞില്ല. ക്യാരക്ടറിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സ്ത്രീ അവരുടെ കാമുകനോട് ഒളിച്ചോടി, ഭർത്താവ് പരാതി കൊടുത്തു, ഇത്രയൊക്കെ എന്നോട് പറഞ്ഞുള്ളൂ. അവരൊരു പോലീസ് സ്റ്റേഷനുള്ള ഒരു സീൻ ഇത്രേ പറഞ്ഞുള്ളൂ. അപ്പൊ ഒന്നും പറയുന്നില്ല, എന്നാ പിന്നെ എങ്ങനെ എക്സൈറ്റ്മെന്റ് വരുന്നില്ലല്ലോ. ഇന്നതൊക്കെ ചെയ്യുന്ന നമുക്ക് എക്സൈറ്റ്മെന്റ് വരുന്നേ ഫോണിലല്ലേ. അപ്പൊ ഞാൻ പോകണ്ടാന്ന്. രണ്ടാമത് വിളിച്ചപ്പോ ഞാൻ ഓർത്തൊക്കെ. അപ്പോഴെല്ലാരും പറഞ്ഞു അങ്ങനെ വിചാരിക്കണ്ട, നീ പോകുന്ന എല്ലാരും പറഞ്ഞു. എന്നാ പോരാ, രണ്ടാമതും വിളിച്ചല്ലേ എന്ന് ഓർത്തിട്ട് എന്നാ ഞാൻ വരാന്ന് പറഞ്ഞ് എഗ്രി ചെയ്ത് പോയി. അവിടെ ചെന്നപ്പോ സ്ക്രിപ്റ്റ് ഇല്ല. ജസ്റ്റ് എല്ലാവരെയും കൂട്ടിയിരുത്തി കാര്യങ്ങൾ പറഞ്ഞു തന്നു. എന്താണ് നടക്കുന്നത്, ഇവരുടെ ജീവിതത്തിൽ എന്തോ നടന്നിട്ടുണ്ട്. അതും എന്നെ വിളിച്ചിട്ട് എനിക്കുള്ള കാര്യങ്ങൾ എന്നോട് രഹസ്യമായിട്ടും പറഞ്ഞു, പൊതുവായിട്ട് എല്ലാവരെയും ഇരുത്തി പറഞ്ഞു. ഇപ്പം സുരാജേട്ടനോട് പറയാനുള്ള ചില കാര്യങ്ങൾ സുരാജേട്ടനോട് രഹസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവണം. അപ്പൊ നമ്മൾ അത് വെച്ച് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഉള്ളില് ഈ ഡയറക്ടർ നമ്മളോട് പറഞ്ഞ ചില സാധനങ്ങൾ, ഇങ്ങനത്തെ ചില സാധനങ്ങൾ സ്ട്രോങ് ആയിട്ട് അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ അതൊരു ആങ്കറിങ് പോയിന്റാ ആ പറഞ്ഞ കാര്യം. ആ പറഞ്ഞ കാര്യം വെച്ചാൽ ഞാൻ ക്രിയേറ്റ് ചെയ്തത്, അതായത് ഒരു റീസൺ ക്രിയേറ്റ് ചെയ്തോളൂ, അത് ഇന്ന പോലെയൊക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ റീസൺ ഞാൻ ക്രിയേറ്റ് ചെയ്തത്, അതെന്താന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാനത് മനസ്സിൽ വെച്ചു. ഓക്കെ, ഇതാണ് എന്റെ റീസൺ എന്ന് മനസ്സിൽ വെച്ചു. പിന്നെ എന്ത് സംഭവിച്ചാലും ആ റീസൺ ഉള്ളത് കൊണ്ട് എന്ന കൺവിക്ഷനിലാണ് ക്യാരക്ടർ ഉള്ളത്. ഞാൻ ഏറ്റവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അതിന്റെ ഒരു മൊത്തത്തിൽ സിനിമയുടെ ഒരു പൊളിറ്റിക്സിനോടൊക്കെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു എങ്കിലും ഞാൻ ഏറ്റവും രസകരമായിട്ട് ചെയ്ത, ഞാൻ എന്നെ തന്നെ ട്രസ്റ്റ് ചെയ്ത ഒരു ക്യാരക്ടറായിട്ട് അത് തോന്നുന്നു. അത് എനിക്ക് ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ ചെയ്യുമ്പം കോ ആക്ടേഴ്സ് തമ്മിലുണ്ടായിരുന്ന ഞാനും ബിൽഡ് ചെയ്തുകൊണ്ട് വന്നൊരു സാധനമുണ്ട്. ഞങ്ങൾ രണ്ടും കൂടെ നമ്മുടെ ഈ കോൺഫ്ലിക്റ്റ് ബിൽഡ് ചെയ്തുകൊണ്ട് വന്നത്. അതില് നമുക്ക് രണ്ടുപേർക്കും സന്തോഷമുണ്ട്. സുരാജേട്ടന്റെ കരിയറിലെ തന്നെ ഒരു വലിയ ഒരു കാര്യമായിരുന്നു ആയി മാറിയിട്ട്. സുരാജേട്ടൻ അത് കഴിഞ്ഞിട്ട് എന്നെ വേറെ സിനിമയിലേക്ക് പുള്ളിയുടെ നായികയായിട്ട് സജസ്റ്റ് ഒക്കെ ചെയ്തു. എന്നെ ഒരു കാസ്റ്റും ചെയ്തു. പക്ഷെ അത് വൺ ഓഫ് മൈ നടക്കാതെ പോയ പ്രോജക്റ്റ് ആണ്. ഒരു 70% ഷൂട്ട് തീർന്നിരുന്നു, ബാക്കി നടന്നില്ല. അങ്ങനെ അതും ഒരു നല്ല പ്രോജക്റ്റ് ആയി വന്നേനെ, പക്ഷെ നടന്നില്ല. അതൊക്കെ എന്തായാലും ഇത് വന്നതിന് ശേഷം ആൾക്കാർ എന്നോട് ഇപ്പൊ ഇന്നാള് ഒരു 2 മാസം മുമ്പ് ഈ സീൻ ഇട്ടിട്ട് ആരോ ഇങ്ങനെ ആക്ടിങ്ങിനെ പറ്റി എഴുതിയിരിക്കുന്നു ഏതൊരു ഗ്രൂപ്പില്, ഫേസ്ബുക്കില്. അതിന് താഴെ വന്നിട്ട് ആൾക്കാർ എന്നെ ടാഗ് ചെയ്തിട്ട് ഐ ഹേറ്റഡ് യു എന്ന് എഴുതി. നോ ഐഡിയ ഹൗ മച്ച് ഐ ഹേറ്റഡ് യു.
അത് ആദ്യം എനിക്ക് സങ്കടമൊക്കെ വന്നു. പക്ഷെ അതൊക്കെ ഹേറ്റ് മീ. ഓക്കെ, നന്നായി നമ്മൾ നന്നായി എന്നാണല്ലോ പറയുന്നതെന്ന് ആണ് ഞാൻ എടുക്കുന്നത്. ഹേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആൾക്കാർക്ക് അത് അതെ തോന്നും. അതെ. അത് തോന്നുമല്ലോ. അതുകൊണ്ട് ഞാൻ അത് നിങ്ങൾ സക്സസ്. തമ്മിലുള്ളൊരു കോമ്പിനേഷനും നല്ല രസമായിരുന്നു അതില്. വളരെ ചെറിയ സമയമാണെങ്കിൽ പോലും സുരാജും ആയിട്ടുള്ള. പിന്നെ ഈ ചാൾസ് എന്റർപ്രൈസസ് ശരിക്കും ഭയങ്കര രസമുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള പ്രതീക്ഷിച്ചിരുന്ന ഒരു വേഷമായിരുന്നില്ലേ അതിലുള്ള. ഒട്ടും പ്രതീക്ഷിക്കാത്ത പോലുള്ള പർവ്വതം എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. അതെ. അതെങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അത് ശരിക്കും വേറൊരാളായിരുന്നു അതില്. ആണോ? ആ, എനിക്കിഷ്ടായിരുന്നു അത്. ഉം, കാരണം അത് കുറച്ചൊരു ഉം, ലൈറ്റ് ആണ്, ഉള്ളിലാണ് ഉം, അതിന്റെ. ഉം, 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 ഇവരെന്താന്ന് പറഞ്ഞാൽ ഉം, ഇവര് ആ കാണുന്ന ഒന്നും അല്ല, വേറെന്തൊക്കെയോ ആണ്. ഉം, അത് നിങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല, പക്ഷെ ആക്ടർ അറിയണം. ഉം, എന്നാലും അത് പ്ലേ ഉം, ചെയ്യാൻ ഉം, പറ്റും. ആക്ടറെ സംബന്ധിച്ചത് അങ്ങനെയായിരുന്നു. ഉം, എനിക്ക് തോന്നുന്നു, എനിക്ക് അതിനകത്ത് എനിക്കൊരു ചെറിയ സങ്കടം പിന്നീട് തോന്നിയത്, ഞാൻ തന്നെ ഡബ് ചെയ്യാൻ എനിക്ക് അത്രയും തമിഴ് അറിയാമായിരുന്നെങ്കിൽ, അവർ വളരെ ഫ്ലുവന്റ് ആയിട്ട് തമിഴ് പറയേണ്ടതുണ്ടായിരുന്നു. ഉം, 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 ഉം. പക്ഷെ അത്രയും ഫ്ലുവന്റ് ആയിട്ട് ഞാൻ തമിഴ് അറിയണ്ടേ, എന്തൊരു ഉഴപ്പാണെന്നൊക്കെ എനിക്ക് തോന്നി. ഞാൻ അത്രയും, ഉം, 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 കാരണം എനിക്ക് അത്രയും ഫ്ലുവന്റ് ആയിട്ട് തമിഴ് വരുമായിരുന്നെങ്കിൽ ഉം, ഉം. കുറച്ച് അവരെ എന്നെ അതെ. തന്നെ കൊണ്ട് തന്നെ ഡബ് ചെയ്യിച്ചേനെ. ഉം, അല്ലെങ്കിൽ ഉം, കുറച്ചധികം ഉം, സമയം ഡബിങ്ങിൽ ഞാൻ സ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ അത് ഉം, റെഡി ഉം, ആയിരുന്നു. അവരൊരു ബെറ്റർ വോയിസ് കണ്ടെത്തി. അപ്പോ പക്ഷെ അതിന്റെ ഒരു പൂർണ്ണത എന്ന് പറയുന്നത് ആക്ടറെ സംബന്ധിച്ച് അത് വരണമല്ലോ, അത് ഉം, ക്യാരക്ടർ ഉം, ഉം, ഉം. ക്യാരക്ടറിന്റെ ഫുൾ ഇത് വരണമെങ്കിൽ ആ വോയിസും കൂടെ വരണമല്ലോ. അപ്പം അതെനിക്കൊരു സങ്കടമുണ്ട്. എന്നാലും ഈ വല്ലാതെ ടൈപ്പ് ചെയ്യപ്പെട്ട ഒരാളും കൂടിയാണ് ആദ്യ ഇതും മുതൽ ഒരു എന്താ പറയാ വല്ലാതെ ഒരു ടൈപ്പ് ക്യാരക്ടേഴ്സ് വന്നത്. അപ്പൊ ശരിക്കും ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ഭയങ്കര രസമുള്ള ഒരു മനുഷ്യനെ ആളുകൾ എല്ലാവരും ചേർത്തിട്ട് ഒരു ചെറിയൊരു ഫ്രെയിമിന്റെ അകത്താക്കുക ചെയ്തത്. ഇപ്പൊ ഏതാണ്ട് ഒരു 24 സിനിമകള് അല്ലെ, 24 സിനിമകളോളം ചെയ്തു. അപ്പം അതില് ഈ ആ ആ അപ്പൊ അതിലൊരു നമ്മളെ പകർത്തി ഇപ്പൊ യഥാർത്ഥത്തിലുള്ള ഒരു അഭിജയെ പകർത്തിയ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട നമ്മൾ ഈ പറഞ്ഞതല്ലാത്ത ഏതെങ്കിലും വേഷമുണ്ടോ? ഇല്ല, എനിക്ക് ആലോചിക്കുക പോലും വേണ്ട. ഇല്ല. ഉം, ഒരു ഉം, ഉം, ക്യാരക്ടർ ഞാൻ ചെയ്തത് ഞാനുമായിട്ട് അങ്ങനെ ഒരു ബന്ധമേ ഇല്ലാത്ത ക്യാരക്ടേഴ്സാണ്. ആരുമല്ല, എല്ലാവരും. എനിക്ക് ആക്ച്വലി എന്റെ ചലഞ്ച് അതായിരുന്നു. ഉം, ആൾക്കാർ ഇപ്പം ഓഡിയൻസ് കാണുന്ന സമയത്ത് ഞാൻ അതുപോലത്തെ ഒരു ക്യാരക്ടർ ആണെന്നുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൽ അവർ പോകുന്നത്. പക്ഷെ ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ അങ്ങനത്തെ ആളേ അല്ല, ഞാൻ വേറൊരു ആളാണ്. നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള, ഞാൻ അങ്ങനെ ജീവിച്ചിട്ടില്ലാത്ത പരിസരങ്ങളിൽ ജീവിക്കുന്ന ഒരു ക്യാരക്ടേഴ്സ് ആണല്ലോ ഞാൻ ചെയ്തിരിക്കുന്നത്. അതെ നിക്ക് അതെ അതെ. ഉം, അത് അത് ആക്ച്വലി അങ്ങനെ നോക്കിയാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളെപ്പോലെ ഇരിക്കുന്ന ക്യാരക്ടർ ചെയ്യണം എന്നില്ല. നമ്മളെപ്പോലെ ഇരിക്കേ ചെയ്യരുത്. എന്നുവെച്ചാൽ അങ്ങനെ ചെയ്യുന്നതാണ് ഭയങ്കര ബോറിംഗ് ആയി മാറുന്നത്. നമ്മളെ തന്നെ റിപ്പീറ്റ് ഉം, ആയിട്ട് ഉം. ചെയ്ത് അതെ 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 അതെ. ഇത് അഭിനയം നിൽക്കുന്നു എന്ന് തോന്നുന്നവിടെ വന്നാൽ തീർന്നില്ലേ. അങ്ങനെ വരുതേ എന്നുള്ളതാണ്. ടൈപ്പ് ഈ കാസ്റ്റിംഗ് വേറെ. നേരത്തെ ഒരു സിനിമയുടെ അനുഭവം പറഞ്ഞില്ലേ, നാടകത്തിന്റെ ഇടയിൽ വന്നിട്ട് പോണ്ട പോണ്ട എന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കിയിട്ട് വീണ്ടും വന്ന ഒരു ഗംഭീരമായിട്ട് ഓർമ്മിക്കത്തക്കതായിട്ടുള്ള ഒരു വേഷം. അതുപോലെ ഈ ശ്രീനിവാസൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചെയ്യാത്ത സിനിമകളാണ് മലയാള സിനിമക്ക് ഞാൻ നൽകിയ സംഭാവന. അതുപോലെ ചെയ്യാതെ പോയ സിനിമകളെ പിന്നീട് അത് ചെയ്യേണ്ടതായിരുന്നു എന്ന് തോന്നിയ എന്തെങ്കിലും അനുഭവം ആ, ഉണ്ടോ? അങ്ങനെയില്ല. അതായത് ഞാൻ നോ പറയുന്നതിന് മുമ്പ് ഒത്തിരി ആലോചിക്കും. എന്തെങ്കിലും ഉം, ഉം, എവിടെയെങ്കിലും എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, എന്തെങ്കിലും, ഉം, അല്ലെങ്കിൽ ഉം. എനിക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ, ഉം. പൈസ എനിക്ക് അല്ലെങ്കിൽ ഈ ക്യാരക്ടർ ഞാൻ എവിടെയെങ്കിലും താതാത്മ്യം പ്രാപിക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് എവിടെയെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ചെയ്യാൻ പറ്റും. ബാക്കി നമുക്ക് വർക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ അങ്ങനെ അല്ലാത്തതൊക്കെ, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്ന നോ പറഞ്ഞിട്ടുള്ളത്, ഇങ്ങനത്തെ ഒന്നും സിനിമ ഉണ്ടാവാനേ പാടില്ല. അതൊക്കെ ഒരു ഹാം ചെയ്യും എന്നൊക്കെ തോന്നുന്ന ചില സ്ക്രിപ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. എസ്പെഷ്യലി ആൾക്കാർ ഈ ഉം, വളരെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ എടുത്തുകൊണ്ട് വരും. വളരെ ഉം, പൊളിറ്റിക്കൽ ആയിട്ട് ഉം, വർക്ക് ചെയ്യുന്നവർ വിചാരിക്കുന്നത്, പക്ഷെ ഉം, പൊളിറ്റിക്കലിന്റെ അങ്ങേയറ്റമായിരിക്കും ചില സ്ക്രിപ്റ്റുകൾ. അങ്ങനെ ഉം, വരാറുണ്ട്. ഉം, അത് ഉം, ഞാൻ ഉം. ഞാൻ വിചാരിക്കും, ഞാൻ ചെയ്യേണ്ടെന്നല്ല, ഈ സിനിമ ഒന്നും സംഭവിക്കാനേ പാടില്ല. അതൊരു
അങ്ങനെ ഞാൻ നോ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും വേറെ ആളെ വെച്ച് വർക്ക് വിചാരിക്കാം, എന്നാലും അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. ഞാൻ നോ ഈ പറഞ്ഞതിന് മല എനിക്കൊരു വിഷമവുമില്ല. പക്ഷേ ഇപ്പൊ ഞാൻ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട് ചെയ്ത് പകുതിക്ക് വെച്ച് നിന്നുപോയ കുറെ പ്രോജക്റ്റുകളുണ്ട്. എന്തൊക്കെയോ ഉം. വ്യത്യസ്ത കാരണങ്ങളുണ്ട്. അതിനകത്ത് എന്റെ വേറൊരു കരിയർ സാധ്യത കിടപ്പുണ്ടായിരുന്നു. കുറച്ചുകൂടി മുന്നേ എനിക്ക് കുറച്ചും കൂടി രസകരമായിട്ട്, ഇപ്പൊ ഫഹദിന്റെ കൂടെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അത് നമ്മൾ ഷൂട്ട് ചെയ്ത് കുറച്ചുനാൾ ഷൂട്ട് ചെയ്തു. പക്ഷേ ആ പ്രോജക്റ്റ് നിന്നുപോയി. അതൊക്കെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ആയിരുന്നു. ഒരു ആദിവാസി സ്ത്രീ, ഒരു വർത്താനം പറയാൻ ഊമയായിട്ടുള്ള ഒരു സ്ത്രീ, അവരുടെ ക്യാരക്ടർ. അങ്ങനെ അങ്ങനെ കുറച്ച്. അതുപോലെ ഈ സുരാജേട്ടൻ എന്നെ റെക്കമെൻഡ് ചെയ്തു എന്ന് പറഞ്ഞൊരു, അതൊരു ശ്രീലങ്കൻ തമിഴ് സ്ത്രീ ആയിരുന്നു ആ ക്യാരക്ടർ. അപ്പൊ നമ്മൾ ശ്രീലങ്കൻ തമിഴിൽ സംസാരിക്കാനൊക്കെ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അതൊക്കെ രസമായിട്ട്, നമ്മുടെ നല്ല ഹോംവർക്കുകളാണ്. അതൊന്നും അതൊക്കെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ആണ്. ഇപ്പൊ വരുവാണെങ്കിൽ എനിക്ക് കരിയറിൽ നന്നായേനെ എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഐ വാസ് അൺലക്കി. അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചില്ല. അതിലെനിക്ക് നഷ്ടബോധമൊക്കെ ഉണ്ട്. ഈ മലയാള സിനിമ അഭിജയ് ശരിക്കും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഒരു റീഡിങ്, എൻ്റെ ഒരു വിശ്വാസം. കാരണം എനിക്കറിയാവുന്ന, നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ അറിയാവുന്ന അത്രയും സാധ്യതകളുള്ള, അത്രയും പൊട്ടൻഷ്യലുള്ള, ക്രിയേറ്റീവ് ആയിട്ടുള്ള, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാള് അവരെ ആ തരത്തിൽ ഒന്നും കാണാത്തത് പോലെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് പിന്നെ നമ്മളൊരു കാലത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു സെൽഫ് മാർക്കറ്റിങ്ങും ഒക്കെ നടക്കുന്ന ഒരു കാലമാണ്. അപ്പൊ അതിനൊന്നും നിന്നു കൊടുക്കാത്തതിനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ശരിക്കും അങ്ങനെ ഒരു ഫീലിംഗ് ഏതെങ്കിലും തരത്തിൽ ഉണ്ടോ? ഉണ്ടോ ചോദിച്ചാൽ, ഈ സെൽഫ് മാർക്കറ്റിംഗ് ഒരു ആവശ്യമാണ്, അത് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് ചില സ്കില്ലില്ലായ്മകൾ ആ ഏരിയയിൽ ഉണ്ട്. എന്തുകൊണ്ട് സെൽഫ് മാർക്കറ്റിംഗ് ചെയ്യണം എന്ന് വെച്ചാൽ, നമ്മുടെ ബ്രെയിൻ ഒക്കെ മാറിപ്പോയി ഈ ഇത് വന്നതിന് ശേഷം, ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം നമ്മുടെ ബ്രെയിനിന് അധികം ഓർത്ത് വെക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പൊ കാണുക, ഓർക്കുക, വിടുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ നമ്മളെ കാണിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല. വളരെ കുറച്ച് സിനിമാ താരം എന്ന് പറയുമ്പോൾ, സിനിമ ആക്ടർ എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുപേരെ ഉള്ളൂ. ആ കുറച്ചുപേരെ നമ്മൾ മറക്കുന്നുമില്ല. ഇപ്പൊ അങ്ങനെയല്ല, എല്ലാവരെയും നമ്മൾ മറന്നു പോകും. കുറച്ചു നാൾ കണ്ടില്ലെങ്കിൽ നമ്മള് ലാലേട്ടനെയും ഒക്കെ പോലും മറന്നു പോയേക്കാം എന്ന് തോന്നുന്നു. അത്രയ്ക്കും നമ്മള് അത്രയും തല എൻഗേജ്ഡ് ആയിട്ടാണ് ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ലാലേട്ടനെ മറക്കുന്നല്ല, ലാലേട്ടനൊന്നും എന്തായാലും മറക്കില്ല. പക്ഷെ ഇങ്ങനെ നിങ്ങളുടെ പ്രസൻസ് അറിയിച്ചുകൊണ്ടിരുന്നെങ്കിൽ മറന്നു പോകും ഡെഫിനറ്റ്ലി. അത് എനിക്കറിയാം. പിന്നെ എന്നത് സ്കില്ലില്ലായ്മയാണ്. ഞാൻ എങ്ങനെയാണ് അതിനകത്ത് ചെയ്യേണ്ടതെന്നുള്ള സ്കില്ലില്ലായ്മയാണ്. പിന്നെ ഞാൻ എന്റെ പ്രധാനപ്പെട്ട ചില പ്രോജക്റ്റുകൾ നടന്ന സമയത്ത് സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവ് അല്ല. ഇപ്പൊ മൺട്രോത്തുരുത്തും എന്റെ മൺട്രോത്തുരുത്തും ഒഴിവ് ദിവസത്തെ കളിയും പ്രീമിയർ ചെയ്യുന്നത് മുംബൈയിലെ മാമി ഫെസ്റ്റിവലിലാണ്. ഞാൻ എന്താണ് പ്രധാനപ്പെട്ട 2 ഫീമെയിൽ കഥാപാത്രങ്ങൾ അഭിനയിച്ച സിനിമ തലേദിവസവും പിറ്റേ ദിവസവുമായിട്ട് അവിടെ പ്രീമിയർ ചെയ്തിട്ടുണ്ട്. എനിക്ക് അതിന്റെ യാതൊരു ബെനിഫിറ്റും കിട്ടിയിട്ടില്ല. ഒരു കിട്ടിയില്ല. അതായത് ഞാൻ എന്റെ ഇൻട്രസ്റ്റിൽ എന്റെ പൈസ മുടക്കി ഞാൻ ഫെസ്റ്റിവലിന് പോയി. അവിടെ 2-3 ഫോട്ടോ ഒക്കെ എടുത്തു, ഫെസ്റ്റിവൽ കണ്ടു, പോയി, തീർന്നു. പക്ഷെ ഈ ഒഴിവ് ദിവസത്തെ കളിയിലെ പെർഫോമൻസിനെ പറ്റിയും ആ സിനിമയെ പറ്റിയും ഒക്കെ ഒത്തിരി സംസാരങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോ മാമി പോലൊരു ഫെസ്റ്റിവൽ അത് പ്രീമിയർ ചെയ്യുന്നത് അടിപൊളി, നല്ലൊരു അനുഭവമാണ്. എനിക്ക് ആക്ച്വലി നേട്ടം ഉണ്ടാവേണ്ടതാണ്. പക്ഷെ അന്ന് സോഷ്യൽ മീഡിയയിൽ അത് എടുത്തിട്ട് നമുക്കിങ്ങനെ വാരി വെക്കാനും പറ്റിയില്ല. ആ സമയമല്ലായിരുന്നു സോഷ്യൽ മീഡിയയുടെ. അതൊക്കെ നമ്മളെ ബാധിച്ചിട്ടുണ്ട്, അതൊക്കെ ബാധിച്ചിട്ടുമുണ്ട്. പക്ഷെ ഇപ്പോഴും അതൊക്കെ ഉള്ള സമയത്ത് സമയം മാറിപ്പോയി, കാലഘട്ടം മാറിപ്പോയി. ഇപ്പൊ ഞാൻ ചെയ്യുന്ന വേഷങ്ങളുടെ രീതികൾ മാറി. എനിക്ക് വേഷങ്ങൾ വരുന്ന ഇപ്പം അത്തരം മൺട്രോത്തുരുത്തോ ഇതുപോലത്തെ ഉള്ള വേഷങ്ങളല്ല ഇപ്പൊ വരുന്നത്. വേറെ തരത്തിലൊക്കെയുള്ള കുറച്ചുകൂടി സഹനടി പോലത്തെ വേഷങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോഴും ഇപ്പൊ പ്രൊമോഷൻ ചെയ്യുന്ന സമയത്തൊക്കെ ഈ പ്രധാന കഥാപാത്രങ്ങളാണ് ഫോക്കസിൽ വരുന്നത്, അവരെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ ഒരു പോരായ്മകളും കൂടിയാണ്. അതായത് നമ്മുടെ സ്കിൽ, നമ്മുടെ സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നമുണ്ട് അതിനകത്ത്. അത് പക്ഷെ നമുക്കത് ഉണ്ടെന്ന് അംഗീകരിക്കാനും ഒക്കെ പറ്റുള്ളൂ. അതിനെതിരെയൊക്കെ സമരം ചെയ്യാനും ഉള്ള മൂഡിലൊന്നല്ല. ഈ മലയാള സിനിമയിലെ ഈ ഒരുപാട് സ്ത്രീകള് വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാടുകളൊക്കെ ഉള്ള ആളുകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം, നേരത്തെക്കാളൊക്കെ അപേക്ഷിച്ച് വളരെ വലിയ കൂട്ടം, ഒരുപാട് ടെക്നീഷ്യന്മാര്, നല്ല ഗംഭീരമായിട്ട് ചെയ്യുന്ന ആക്ടേഴ്സ്. അപ്പം ഇവരൊക്കെ വരുന്നൊരു
പിന്നെ സമയമാണ്. ഈ സമയത്ത് തന്നെയാണ് ഹേമ കമ്മിറ്റി പോലൊക്കെയുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നതും ഇത് സ്ത്രീകൾക്ക് നിൽക്കാൻ പറ്റില്ലാത്തൊരു സ്ഥലമാണെന്നൊക്കെയുള്ള ഒരു പൊതു ഇംപ്രഷൻ ഒക്കെ ഉണ്ടാവുകയും ചെയ്യുന്നത്. ഈ പെണ്ണുങ്ങളെ ഇതിന്റെ അകത്ത് വരുന്ന ഈ സ്ത്രീകള് ഇത്രയും ബോൾഡായിട്ടൊക്കെ വരുന്ന ഈ സ്ത്രീകള് ഇവര് മലയാള സിനിമയുടെ ഒരു എന്താ പറയാ ആണുങ്ങൾ മാത്രം എന്താ പറയാ വാഴുന്ന ഒരു പഴയ തറവാട് എന്ന് പറയുന്ന സാധനത്തിന് അടിമുടി മാറ്റിമറിക്കുന്നുള്ളത്. ഉണ്ട് ഉണ്ട് ഉണ്ടെന്ന് മാത്രമല്ല, ഇതിപ്പം WCC പോലത്തെ സംഘടനകളുടെ ഒരു പ്രസൻസ് അതിനെ അവരായിരിക്കും ആദ്യമായിട്ട് അതിനെ ഒലച്ചത്. ഞാനൊക്കെ WCCയുടെ ഭാഗമായിരുന്നു. അപ്പോ ആ തുടക്കത്തില് ഇപ്പൊ ഞാൻ സംഘടനകളിലൊന്നും ഇല്ലാത്തതുകൊണ്ട്, ഞാൻ ഒരു സംഘടനയുടെ ഭാഗമാകാൻ പറ്റാത്തൊരു മനുഷ്യനാണ് ഞാൻ വിചാരിച്ചതുകൊണ്ട് മാത്രമാണ് ഞാനിത് ആക്റ്റീവായിട്ട് നിൽക്കാത്തത്. പക്ഷെ നമ്മൾ ആശയങ്ങളുടെ ഒപ്പമാണ് ഇപ്പോഴും, ആശയങ്ങളുടെ ഒപ്പം തന്നെയാണ്, അതിനകത്തൊരു മാറ്റമില്ല. അപ്പോ അവരങ്ങനെ അത് തുടങ്ങിയതിന് ഒരു ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ വളരെ യങ് ആയിട്ടുള്ള കുട്ടികൾ വന്ന്, ഇപ്പൊ ആരാ, മമിത ബൈജുവോ അല്ലെങ്കിൽ അനശ്വര രാജനോ ഒക്കെ വന്നിട്ട് ഇവരെല്ലാം വളരെ ഓർഗാനിക് ആയിട്ടാണ്. അത് ആ കുട്ടികളുടെ ജനറേഷന്റെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെ, അവരുടെ അടുത്ത് നമുക്ക് മറ്റേ പഴയ മുത്താപ്പോക്ക അമ്മാവൻ ന്യായങ്ങളൊന്നും പറഞ്ഞിരിക്കാൻ പറ്റില്ല. കാരണം ലോകം അവരുടേതായി മാറി. ടൈം യൂത്തിന്റെ ആണല്ലോ എപ്പോഴും ടൈം. അതിന്റെ ഐക്കൺസ് ആയിട്ട് വന്നിരിക്കുന്ന ഈ കുട്ടികളുമൊക്കെയാണ്. അവര് വളരെ സ്വാഭാവികമായിട്ടും പുതിയ കാലത്തിന്റെ ആൾക്കാരാണ്. അവർക്ക് നമ്മളെടുത്ത അത്രയും വലിയ സമരങ്ങളൊന്നും ചെയ്യാതെ വളരെ ഈസി ആയിട്ട് ഇതേ കാര്യങ്ങൾ അവരെ ലൈഫിൽ കൂടെ ചെയ്യാൻ പറ്റും. ഞാനതിങ്ങനെ കണ്ട് സന്തോഷിക്കാറുണ്ട്. അത് രസമല്ലേ? അതിനൊരു ഹിസ്റ്ററി ഒക്കെ ഉണ്ടായിരുന്നു, ശരിയാണ്. ഒരു കുറെ പേരുടെ തുടർച്ചകളും പിന്തുടർച്ചകളും പണിയെടുക്കലുകളും ഒക്കെ അതിന്റെ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇനി ഉണ്ടായില്ലായിരുന്നെങ്കിൽ പോലും കാലം ഇങ്ങനെയാ പോകുന്നത്. പുതിയ ആൾക്കാർ വരുമ്പം പഴയതിന് ഒതുങ്ങി കൊടുക്കേണ്ടി വരും. പഴയ വാല്യൂസിനൊക്കെ മാറേണ്ടി വരും. കുട്ടികൾ അടിപൊളിയാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ പോലത്തെ കുട്ടികൾ അവര് രസമല്ലേ? ഈ നേപ്പാളിലൊക്കെ നടന്ന മറ്റേ ജെൻസി സമരം രസമായിരുന്നു. എന്ത് കൂളാണ്. എനിക്ക് അതങ്ങനെ മാറുവാണ് എല്ലാ സാധനത്തിലും, എല്ലാ കാര്യങ്ങളിലും മാറട്ടെ അങ്ങനെ. അഭിനയിച്ചെന്ന് ഒരു ചെറിയൊരു ഷോർട്ട് ബ്രേക്ക് എടുത്തിട്ട് ഇപ്പം കുറച്ചുകൂടി അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങള്, കുട്ടികളൊക്കെ അഭിനയം പഠിപ്പിക്കുന്ന, സ്ത്രീകളെ അഭിനയം പഠിപ്പിക്കുന്ന പോലുള്ള പ്രോജക്റ്റുകൾ ഇതിലൊക്കെയാണല്ലോ. അപ്പം ഇപ്പൊ എന്തെങ്കിലും പുതിയ തരം പ്ലാനുകൾ ഉണ്ടോ? അതോ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എന്റെ ഗ്രാമം, എന്റെ നാട് എന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടിൽ കുറെ കാലം നിൽക്കാനൊക്കെ ഉള്ള പ്ലാനാണോ? അത് ഏതെങ്കിലും തരത്തിൽ പുതിയൊരു എന്താ പറയുക വഴിത്തിരിവ് പോലെയാണോ സംഭവിച്ചത്? ഇതെന്റെ ഫേസ് 3 ആണ്. അപ്പൊ എനിക്ക് അങ്ങനെയാ തോന്നുന്നേ, ഫേസ് 3യിലേക്ക് ഞാൻ കടന്നു എന്ന് തോന്നുന്നൊരു സമയമായത്. ശരിക്കും അതിന്റെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നമ്മൾ സംസാരിക്കുന്നത് എന്ന് തോന്നുന്നുണ്ട്. ഫേസ് 3യില് ഞാൻ പ്ലാൻ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ കുറച്ചും കൂടി വളർന്നതുകൊണ്ടും നമ്മുടെ മെച്ചുവർ ആവുന്നത് കൊണ്ടും ഒക്കെ നമ്മൾ കുറച്ച് അങ്ങ് മെല്ലെ ഇരുന്ന് ഒന്ന് സ്വസ്ഥമായി പോകാനുള്ള ഒരു മൂഡിലാണ്. പക്ഷെ സ്വസ്ഥത എന്ന് പറയുന്നത് പാസീവ് ആകുക എന്നായിരിക്കില്ല അർത്ഥം. അതിന് വേറൊരു തരം ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. ഇപ്പൊ അങ്ങോട്ടേക്കാണ് ഞാൻ നാച്ചുറലി പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. അതിലായിരിക്കും കുറച്ചുകൂടി ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട തരം, കുറച്ചുകൂടി ഫിയർലെസ് ആയിട്ട് ഒക്കെ പണിയെടുക്കാൻ പോകുന്ന സമയമായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ഈ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ, ഞാൻ ഒന്നാമത് നാടകത്തിൽ നിന്ന് വന്ന സമയത്ത് നാടകം ചെയ്യൽ എപ്പോഴും വളരെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു പണിയായിട്ടാണ് അനുഭവിച്ചിട്ടുള്ളത്. നമ്മൾ വെറുതെ ഏതെങ്കിലും നാടകങ്ങൾ ചെയ്യാറില്ല. ഇപ്പൊ ഒരു പഴയ ടെക്സ്റ്റ് എടുത്ത് ചെയ്യുന്ന സമയത്തും ആ ടെക്സ്റ്റില് കണ്ടംപററി ആയിട്ടുള്ള ഇഷ്യൂസിനെ കൊണ്ടുവരിക, അങ്ങനെയൊക്കെയാണ് നമ്മൾ. അല്ലെങ്കിൽ നമ്മൾ ഡിവൈസ് ചെയ്യുന്ന നാടകങ്ങളാണെങ്കിലും നമ്മളെപ്പോഴും സംസാരിക്കും ഇഷ്യൂസിനെ പറ്റി. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പൊ നാടകം ചെയ്ത പാലസ്തീനെ പറ്റി സംസാരിക്കാൻ പറ്റില്ല. നമ്മുടെ വീട്ടിലും ഇസ്രായേൽ അയക്കുന്ന ബോംബുകളും ഷെല്ലുകളും വന്ന് വീഴുന്നുണ്ട് നമ്മുടെ ബന്ധങ്ങളിൽ. ഫലസ്തീൻ ശരിക്കും ഗാസ വല്ലാതെ ബാധിച്ചിട്ടുണ്ടോ? കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടൊക്കെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പം അഭിജയുടെ പോസ്റ്റുകളും മറ്റേ സ്റ്റാറ്റസ് മെസ്സേജുകളിലൊക്കെ നിറയെ ആ ഒരു വിഷയമാണ് ഗാസയുടെ അതെങ്ങനെയാണ് അത് ബാധിച്ചത്? അത് ബാധിച്ചില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യനായിരിക്കാൻ യോഗ്യനല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ബാധിക്കാതിരിക്കാൻ പറ്റില്ല. പിന്നെ നമുക്കൊക്കെ ഉള്ളൊരു
നമ്മൾ ഈ പോസ്റ്റ് ഷെയർ ചെയ്യുന്നത് കൊണ്ട് ഒന്നും ആവില്ല, നമുക്കറിയാം. നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണിലല്ല നമ്മൾ ഇരിക്കുന്നത് പോലും. അതെ അതെ അതെ. നമ്മൾ ഇപ്പൊ രാജ്യത്തിന്റെ പല രാജ്യങ്ങളിലും നടക്കുന്ന ഭീകരമായ പ്രൊട്ടസ്റ്റുകൾ നമ്മൾ സോഷ്യൽ മീഡിയ വഴി കാണുന്നുണ്ട്. നമ്മുടെ പരിസരത്തൊന്നും ഒന്നും നടക്കുന്നില്ല. പിന്നെ നമ്മൾ എന്താണ് പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊക്കെ തോന്നിപ്പോകും. അതിനോട് മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണെന്നുള്ളത്, എന്നെ ഒരു ആക്ടിവിസ്റ്റ് എന്ന് പരിചയപ്പെടുത്തുന്നത് ഞാൻ കേട്ടപ്പോൾ ഞാൻ അയ്യോ ആക്ടിവിസ്റ്റ് അല്ല, ഞാൻ ആക്ടിവിസ്റ്റേ അല്ല. കാരണം ആ പണി വൃത്തിയായി എടുക്കുന്ന ആൾക്കാരുണ്ട് ആ ഏരിയയിലുള്ള. ഞാൻ അങ്ങനെയല്ല. എന്റെ കയ്യിലുള്ളത് ഒരു ആർട്ട് ആയിരിക്കും, ഒരു ആയുധം. അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുകൊണ്ട് ഞാൻ മുറി അടച്ചിരുന്ന് സത്യം പറഞ്ഞ കരയാത്തൊരു ദിവസം പോലും ഇല്ല. പാലസ്തീന്റെ കാര്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോ റാൻഡംലി കാണുന്നത് അങ്ങനെ ആയി പോവുക. ലോകത്ത് ഒത്തിരി മനുഷ്യന്മാർ അത് ചെയ്യുന്നുണ്ടെന്നറിയാം, വിഷമിക്കുന്നുണ്ട്, അതേ വിഷമിക്കുന്നുണ്ടെന്നറിയാം. ഞാൻ സത്യത്തില് ഇപ്പോ ജീവിതത്തിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു പരാജയപ്പെട്ടു പോയോ ഞാൻ ചെയ്യാനിറങ്ങിയ കാര്യത്തിൽ എന്നൊരു ഡൗട്ട് തോന്നുന്ന തരം ഒരു സമയം കൂടിയാണ് എന്നെ സംബന്ധിച്ചത്. അതിന് ഞാൻ ഒരു ദിവസം ഞാൻ വിചാരിച്ചു, എന്ത് പലസ്തീനില് ഗാസയിലെ കുട്ടികൾ അനുഭവിക്കുന്ന അത്രയും ഉണ്ടോ എനിക്കൊക്കെ എന്ത് സംഭവിച്ചാലും? ഇല്ല. സ്വസ്ഥമായിട്ടിരിക്കും, യു ആർ ഇൻ എ മച്ച് ബെറ്റർ പ്ലേസ് എന്ന് ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതെനിക്കൊരു എന്റെ ജീവിതത്തിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് എനിക്കൊരു അത് തന്നിട്ടുണ്ട്. ഐ ഡിഡ് നോട്ട് ഡു എനിത്തിങ്, ഞാൻ അതിനുവേണ്ടി ഒന്നും ചെയ്തിട്ടുണ്ടല്ല. പക്ഷെ ഒരു ഫെല്ലോ ബീയിങ് എന്ന നിലയ്ക്ക് എന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അത് ഭയങ്കരമായിട്ട് പക്കം കളയുന്ന കാര്യം. എനിക്ക് അതിനോട് സെൻസിറ്റീവ് അല്ലാതിരിക്കുന്ന മനുഷ്യരെ ഐ ജസ്റ്റ് കാൺട്ട് അണ്ടർസ്റ്റാൻഡ്. സിനിമയിൽ മാത്രം കണ്ട ഒരാളെ ഇപ്പൊ നേരിൽ കാണുകയാണ് ഞങ്ങളുടെ നാട്ടുകാർ വാണിയ സാറിന്. നമ്മളെ ഇന്റർവ്യൂ അതിന്റെ അവസാനത്തിലേക്ക് എത്താണ്. എന്താണ് വാണിമൽ സാരോട് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അയ്യോ, ഞാന് ഒരു സുഹൃത്തിനോടാണ് സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഇങ്ങനെ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിലും ഈ എനിക്ക് ഞാന് ചെറിയ ചെറിയ കൂട്ടങ്ങളുടെ സ്നേഹത്തിന് പാത്രമാകുന്ന ഒരു തരം ഒരു ആക്ടറാണ്. അതായത് ആക്ടേഴ്സ് സിനിമയിലൊക്കെ ഉള്ള ആളെന്ന് പറയുമ്പോൾ എപ്പോഴും ആൾക്കാര് വലിയ മാസ് ആയിട്ടുള്ള ഒരു ജനങ്ങൾ വന്നിട്ട് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഹേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പൊക്കിയെടുത്തുകൊണ്ട് നടക്കുന്ന അങ്ങനെയാണല്ലോ സിനിമക്കാരോട് പൊതുവെ ആൾക്കാർ അങ്ങനെയാണ്. ഞാൻ അതിന്റെ ഭാഗമല്ല, ആയിട്ടില്ല. ആകുമായിരിക്കാം, ആകാതെ പോകാം. പക്ഷെ എനിക്ക് എപ്പോഴും സ്നേഹം കിട്ടുന്നത് ആക്ടർ ആയതുകൊണ്ടുള്ള എന്റെ ഗുണം അല്ലെങ്കിൽ അതിന്റെ ഒരു സുഖം അനുഭവിക്കുന്നത് ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ നിന്നാണ്. ഇപ്പൊ ഇത് തുടങ്ങുന്ന സമയത്ത് ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ ഇത്രയും പേരെ കാണുന്നുണ്ടാവും ആദ്യം. അപ്പൊ അത് അവരെ കണ്ടപ്പോ എനിക്ക് ശരിക്കും സർപ്രൈസ്ഡ് ആയി. ഞാൻ ഓർത്തു ഇത് അങ്ങനത്തെ ഒരു സ്ഥലമാണെന്നാണ് എനിക്ക് ആദ്യം ഫീൽ ചെയ്തത്. അവിടെ ഇൻവൈറ്റ് ചെയ്യപ്പെട്ടത്. അപ്പൊ എനിക്കത് അതാണ് എന്നെ ഇങ്ങനെ സംസാരിക്കാൻ തന്നെ എനിക്ക് ഇവിടെ പറയാം. ഇപ്പം നമ്മൾ പലതരം ഇന്റർവ്യൂസ് ചെയ്യാറുണ്ട്, പലതരത്തിലുള്ള ചാനലുകളിലും നമ്മൾ ചിലപ്പോൾ ഫേക്ക് ചെയ്യും ഇന്റർവ്യൂസിൽ, എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. അത് ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻ. എന്തിനാണോ വന്നിരിക്കുന്നത്, പ്രൊമോഷൻ ചെയ്യാനാണോ വന്നിരിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഒന്നിനെയും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സംസാരിക്കും. ഒരു ഗെയിമിന്റെ ഭാഗമാണ്, എല്ലാവരും അങ്ങനെയാ ചെയ്യുന്നത്. അപ്പൊ നമ്മള് സത്യസന്ധമായിരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഭയങ്കര കുറവാണ്. ഇപ്പൊ ഞാൻ സത്യസന്ധമായിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലത്തേക്ക് എന്നെ ആദ്യം തന്നെ സന്തോഷം, നന്ദി. ഈ ചെറിയ ഗ്രൂപ്പുകൾ വലിയ ഗ്രൂപ്പുകളാണ് എന്നെ സംബന്ധിച്ച്. ഈ സ്നേഹം മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇങ്ങോട്ട് വിളിച്ചതിലും. എന്നെ ഞാൻ ആരാ വിചാരിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് എനിക്ക് ആക്ച്വലി നമ്മൾ ഈ സംഭാഷണം നടത്തുന്നത്. ഞാൻ എന്തുമായി പോയിക്കൊള്ളട്ടെ, പക്ഷെ എന്റെ വർക്കുകളൊക്കെ കണ്ടിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആൾക്കാര് സംസാരിക്കുന്നത് അതിന്റെ വാല്യൂ ഞാൻ അനുഭവിക്കുകയാണ്. അത് എനിക്ക് ഭയങ്കര പ്രൈസ്ലെസ് ആണ്. എനിക്ക് അതിന് നന്ദി മാത്രമേ എനിക്ക് പറയാനുള്ളൂ, എന്നെ ഓർത്തതിന്, വിളിച്ചതിന് ഒക്കെ. നമ്മള് ഈ ഗ്രൂപ്പിൽ ഉള്ള ഓഡിയൻസിലുള്ള വാണിയക്കാർക്ക് എന്തെങ്കിലും വളരെ മിനിമൽ ആയിട്ട് നമുക്ക് പറഞ്ഞു നിർത്താം. സമയം ഒരു 1.5 മണിക്കൂറായി.
അപ്പം ഞാൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇവിടെ പറയാം. പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമായി. അഭിജയുടെ ഒരു ടോക്ക് വളരെ ജെന്യൂനും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഭയങ്കര സന്തോഷമായി എനിക്കിത് കേട്ടപ്പോ. അവസാനത്തെ വാക്കുകളുണ്ടല്ലോ, ഈ ചെറു സംഘങ്ങളോട് നിൽക്കുന്നതൊക്കെ പറയുന്ന ഒരു അതുണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ടാണ് ഫീൽ ചെയ്തത്. ആ സന്തോഷത്തോടെ പറയാം. സന്തോഷായി എനിക്കും സന്തോഷം. അപ്പൊ നമുക്ക് ഇവിടെ നിർത്താം. നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അതൊന്ന് ഈ ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നതിന്റെ ഒരു ഫോർമാലിറ്റിയും ഇല്ലാതെ എന്താ പറയാ വളരെ ഓർഗാനിക് ആയിട്ട് സംസാരിക്കുന്ന ഒരു സ്പേസ് ഉണ്ടായി വന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷമുണ്ട്. ഓക്കെ, താങ്ക് യു സോ ഒരുപാട് മച്ച്. താങ്ക് യു കെ പി.